ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫാൽക്കൺ HPSC സ്വാഗതം. ഞാൻ ആൽഫിയ ബഷീർ. ടെൻഷൻ ഒന്നും വേണ്ട, എനിക്കറിയാം ഇനി എക്സാമിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. മാക്സിമം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. സാരമില്ല, ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമ്മുടെ പ്ലേലിസ്റ്റ് എല്ലാം കാണുക, നമ്മുടെ മാരത്തോൺസ് കാണുക, ക്ലാസ്സുകൾ കാണുക, റാപ്പിഡ് ഫയർ കാണുക. ഉറപ്പായിട്ടും 10th പ്രിലിംസ് പാസ്സാകാൻ പറ്റും കേട്ടോ. അപ്പൊ സയൻസിൽ നിന്ന് റാപ്പിഡ് ഫയർ 100 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന റാപ്പിഡ് ഫയറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ജസ്റ്റ് വായിച്ചു പോവാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അറിയാത്തത് പോസ് ചെയ്ത് പഠിച്ച് തന്നെ പോവാം. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ എന്നെ കാണത്തില്ല അല്ലേ? ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തത്, ദൃശ്യപ്രകാശത്തിലെ ആവൃത്തി കൂടിയ ഘടകവർണ്ണമാണ് വയലറ്റ്. ശരിയാണ്. വിബ്ജിയോറില് വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ്, ഫ്രീക്വൻസി കൂടുതലാണ്. റെഡിന് വിബ്ജിയോറിന് ഞാൻ എഴുതി കാണിക്കാം. വിബ്ജിയോർ വയലറ്റിന് വേവ് ലെങ്ത് കുറവും ആവൃത്തി കൂടുതലുമാണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലും ആവൃത്തി കുറവുമാണ്. ദൃശ്യപ്രകാശത്തിലെ ആവൃത്തി കുറഞ്ഞ ഘടകവർണ്ണമാണ് ചുവപ്പ്. ശരിയാണ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിക്കുന്ന നിറം വെള്ളയാണ്. ശരിയാണ്. എല്ലാ നിറങ്ങളെയും റിഫ്ലക്ട് ചെയ്യിക്കുന്ന നിറം വെള്ളയും അബ്സോർവ് ചെയ്യുന്ന നിറം കറുപ്പ്. നമ്മൾ പറയത്തില്ലേ ചൂട് സമയത്ത് കറുപ്പിട്ട ചൂടിനെ ആഗിരണം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എല്ലാ നിറങ്ങളെയും റിഫ്ലക്ട് ചെയ്യുന്നത് വൈറ്റും എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്നത് ബ്ലാക്കും ആണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ ഡി 1, 2, 3, 4. ഓക്കെ, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകും. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്യുക. അറിയാത്തവരാണെങ്കിൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഓക്കെ, രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെല്ല് നമ്മൾ ഈ ബാറ്ററി ഒക്കെ ഇല്ലേ, റിമോട്ടിന്റെ ബാറ്ററി ഒക്കെ എന്താ ചെയ്യുന്നത്? അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് വൈദ്യുതി നമുക്ക് തരിക അല്ലെ. അപ്പൊ രാസോർജത്തെ വൈദ്യുതി ആക്കി മാറ്റുന്ന ഏതാണ്? ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെൽ. ഓക്കെ, ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട മൂലകം ഏത്? ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ട മൂലകം ചോദിച്ചിരിക്കുന്നത്. ഉത്കൃഷ്ട മൂലകം അറിയാലോ, നോബിൾ ഗ്യാസ്, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. അതിൽ ഏറ്റവും ഭാരം കുറവ് ഹീലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ഇനി ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാന്ന് ചോദിച്ചാൽ അത് ലിഥിയമാണ് കേട്ടോ. ലീസ്റ്റ് മെറ്റൽ, വെയിറ്റ് കുറവുള്ള ഏറ്റവും വെയിറ്റ് കുറവുള്ള മെറ്റൽ, ഭാരം കുറഞ്ഞ മെറ്റൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മെറ്റല് ലിഥിയമാണ്. ലിഥിയം. ഓക്കെ, ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ്. ഓക്കെ, ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട് ആണ്. ഓക്കെ, ലബോറട്ടറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, സർ തോമസ് ആൽബർട്ട്. സിങ്കും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന ജ്വലിക്കുന്ന വാതകം. സിങ്ക്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുമ്പോൾ H2SO4. ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം ഈ സിങ്കും സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർന്ന് സിങ്ക് സൾഫേറ്റ് ഫോം ചെയ്യും. പ്ലസ് നമുക്കുണ്ടാവുന്ന എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്, H2 ഗ്യാസ്. സിങ്ക് എന്നല്ല, ഏതൊരു മെറ്റലും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അതുപോലെ തന്നെ പോപ്പ് സൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ഗ്യാസ്. ഇപ്പൊ ഈ വരുന്ന ഗ്യാസ് ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ എങ്ങനെ അറിയും? പോപ്പ് സൗണ്ടോട് കൂടി ആയിരിക്കും ഈ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് പോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ടെസ്റ്റ് പോപ്പ് ടെസ്റ്റ്. പോപ്പ് സൗണ്ടോട് കൂടി വരുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പൊ ഏതൊരു ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്, വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലാറ്റിനം ആണ്. സ്വർണത്തിന് ഭയങ്കര വില, സ്വർണത്തെക്കാളും വിലയാണ് പ്ലാറ്റിനത്തിന്. ഓക്കെ, അപ്പൊ വൈറ്റ് ഗോൾഡ്, വൈറ്റ് സ്വർണം, വെളുത്ത സ്വർണം എന്നാണ് അറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനം. ഓക്കെ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഓക്കെ, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. ഓക്കെ, ശുക്രനാണ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞേക്കാം. ഇതാണ് നമ്മുടെ എന്താ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്ലാനറ്റ് നെയിംസ് ആയി കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ നോക്കാം, ഭൂമി ഇതാണ്. ഭൂമിയുടെ അടുത്ത് കിടക്കുന്ന ശുക്രനും ഉണ്ട്, ചൊവ്വയും ഉണ്ട്.
അപ്പൊ ഭൂമിയുടെ അടുത്ത് ശുക്രൻ ചൊവ്വയുണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അടുത്തായിട്ട് കിടക്കുന്ന ശുക്രനാണ്. ഓക്കെ, അപ്പം ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ശുക്രനാണ്. അതുപോലെ തന്നെ എർത്ത് ട്വിന്ന്, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതും ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ശുക്രനാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ ഈ ചൂടുള്ള തീയിലൊക്കെ തൊടുമ്പോൾ ഷൂ എന്ന് വെക്കത്തില്ലേ, ഈ കൈ പൊള്ളി ഷൂ എന്ന് വെക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഒരേപോലെയുള്ള ആളെ കാണുമ്പോൾ ഷൂ നിന്നെ പോലെ ഉണ്ടെന്ന് പറയത്തില്ലേ, ഷോ നിന്നെ പോലുണ്ട്, ഇരട്ടയല്ലേ, ഷോ നിന്നെ പോലുണ്ട്. അപ്പൊ ഷോ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഷോ നിന്നെ പോലുണ്ട്, എർത്ത് ട്വിൻ, ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രൻ. ഷോ എന്നുള്ളത് ശുക്രൻ എന്ന് പറയാം. അതുപോലെ ചൂടിൽ കൈ വെക്കുമ്പോൾ നമ്മൾ ഷൂ എന്ന് വെക്കും അല്ലെ, ഷോ എന്ന് വെക്കും. അപ്പൊ ശുക്രൻ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇരട്ടെ കാണുമ്പോൾ ഷോ നിന്നെ പോലുണ്ടെന്ന് പറയും ശുക്രൻ. അതുപോലെ അപ്പൊ എർത്ത് ട്വിൻ എന്നറിയപ്പെടുന്നത് ശുക്രൻ. അതുപോലെ തന്നെ തീയിൽ കൈ വെക്കുമ്പോൾ നമ്മൾ ഷൂ എന്ന് വെക്കും. അതായത് ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഓക്കെ, അപ്പൊ ഈ ഓർഡർ എല്ലാവർക്കും അറിയാം, സ്കൂളിൽ പഠിച്ചതാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മെർക്കുറിയും, സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ഉള്ളത് ഏതാണ്? നമ്മുടെ നെപ്റ്റ്യൂണുമാണ്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ശുക്രൻ, അത് കഴിഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്നത് നമ്മുടെ ചൊവ്വ കേട്ടോ, മാസ്. ഇനി ഇതും ചോദിച്ചിട്ടുണ്ട്, എല്ലാ ഗ്രഹങ്ങളും എങ്ങോട്ട്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എന്ത് ചെയ്യുന്നത്, തിരിയുന്നത്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് കിഴക്കൂന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്നത് ഏതാണ്? യുറാനസും വീനസും ആണ്. അതിന് കോഡ് നിങ്ങൾ യു വി റേസ് എന്ന് കണക്ട് ചെയ്താൽ മതി. യു വി റേസ്, യുറാനസും വീനസും എന്താണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് തിരിയുന്നത്. ഓക്കെ ആണല്ലോ? എല്ലാ ഗ്രഹങ്ങളും ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. യു വി ആണ്, യുറാനസും വീനസും. ഓക്കെ, ബാക്കിയെല്ലാം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് തിരിയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, തെങ്ങിൽ നിന്ന് വീഴുന്ന മാമ്പഴത്തിന്റെ ചലനം ഏത് തരം ചലനമാണ്? ഒരു തെങ്ങിൽ നിന്ന് മാമ്പഴമോ? തെങ്ങിൽ നിന്ന് മാമ്പഴം വീഴത്തില്ല. ക്വസ്റ്റ്യൻ എറൗണ്ട് കേട്ടോ. ഇതെന്താ ഇത്? ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. തെങ്ങിൽ നിന്ന് വീഴുന്ന മാമ്പഴത്തിന്റെ ചലനം, തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങ അല്ലെങ്കിൽ മാവിൽ നിന്ന് വീഴുന്ന മാമ്പഴം കേട്ടോ. എന്ത് ചെയ്യാൻ, നേർരേഖ ചലനം കേട്ടോ. ഇത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മാമ്പഴത്തിന്റെ ചലനം ഏതാണ്? നേരെയല്ലേ വന്ന് വീഴുന്നത്, അപ്പൊ അതെന്താണ്? നേർരേഖ ചലനം. ഓക്കെ, PSC ക്ക് പറ്റിയ തെറ്റാ കേട്ടോ. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം. ഗോബർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചാണകവാതകം അല്ലെ, ചാണകവാതകം. അപ്പം ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മീഥെയിൻ ആണ് അല്ലെ. ചാണകത്തിന് ഭയങ്കര സ്മെല്ല, അതുപോലെ മീനിന് സ്മെല്ല അല്ലെ. അപ്പൊ ചാണകത്തിന് മീനിന് സ്മെല്ല, അപ്പൊ ചാണകവാതകത്തിലുള്ള എന്താണ്? മീഥെയിൻ ആണ്. ഓക്കെ, ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടെയിൻ ആണ്. അതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ. ഓക്കെ, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ് കേട്ടോ. ഓക്സിറ്റോസിൻ, അതായത് നമ്മുടെ സ്നേഹ ഹോർമോൺ, ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ ആണ്. പ്രസവ സമയത്തൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. ഓക്കെ, അപ്പൊ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. ബാക്കി നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കിക്കേ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. പ്രസവ സംബന്ധമായ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. അതുപോലെ സ്നേഹ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു. അറിയാത്തവർ ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുക. കാൽസിറ്റോസിൻ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാൽസ്യത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? നിലനിർത്തുന്നു. ഓക്കെ, കാൽസിറ്റോസിൻ തൈറോയിഡ് കാൽസ്യത്തിന്റെ അളവ് നിലനിർത്തുന്നു. തൈമോസിൻ തൈമസ് ഗ്രന്ഥി, അത് നമുക്കറിയാം. തൈമോസിൻ എന്ന് പറയുമ്പോൾ ആ പേരുള്ളതുകൊണ്ട് തൈമസ് ഗ്രന്ഥിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രതിരോധ ശേഷി നൽകുന്നു. ഇനി ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ആഗ്നേയ ഗ്രന്ഥി. നമ്മളാണെങ്കിൽ സ്പോർട്സിനൊക്കെ പോകത്തില്ലേ, ചുമ്മാ ഞാൻ കണക്ട് ചെയ്യാൻ പറയും കേട്ടോ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. സ്പോർട്സിനൊക്കെ പോകുന്നത് തീയിൽ കുരുത്തവര് വെയിലത്ത് പാടില്ല, നീ സ്പോർട്സിന് പോകാൻ പറയത്തില്ലേ, അങ്ങനെ തീയിൽ കുരുത്തവര് അഗ്നിയിൽ കുരുത്തവര് വെയിലത്ത് പാടില്ല, സ്പോർട്സിന് പോകും. സ്പോർട്സിന് പോയിട്ട് വന്നിട്ട് നമുക്ക് ഗ്ലൂക്കോസ് തരും അല്ലെ. അപ്പൊ അഗ്നി എന്നുള്ളത് ആഗ്നേയ ഗ്രന്ഥി ഓർക്കുക, ഗ്ലൂക്കോസ് തരുന്നെന്നുള്ളത് ഗ്ലൂക്കഗോൺ ഓർക്കുക. ഓക്കെ, അഗ്നിയിൽ കുരുത്തവര് വെയിലത്ത് പാടില്ല. ഓക്കെ, ആഗ്നേയ ഗ്രന്ഥി. അപ്പൊ അങ്ങനെ വെയിലത്ത് വാടാതെ നമ്മൾ സ്പോർട്സിന് വേണ്ടി നമുക്ക് എന്ത് തരും? ഗ്ലൂക്കോസ് തരും. അപ്പൊ ഗ്ലൂക്കഗോണ് ആഗ്നേയ ഗ്രന്ഥി എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. ഇനി കാൽസിറ്റോസിൻ തൈറോയിഡ് ഗ്രന്ഥി. കാൽസിറ്റോസിൻ തൈറോയിഡ് ഗ്രന്ഥി. ഓക്കെ, ഓക്കെ, കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയത്, വേണ്ട, ഒരു സമയം കളയണ്ട. അടുത്ത നോക്കാം, ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ്?
ആഗോളതാപനത്തിന് കാരണമാവുന്ന മെയിൻ വാതകം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയിട്ട് എന്ത് വരുന്നു? ഓസോൺ പാളിയിൽ വിള്ളലുകളൊക്കെ വരും അല്ലെ. ഓക്കെ, അപ്പൊ ആഗോളതാപനത്തിന് കാരണമാവുന്ന മെയിൻ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം. നവജാത ശിശുക്കളുടെ അസ്ഥികളുടെ എണ്ണം 300 കേട്ടോ. ജനിക്കുമ്പോൾ 300 കാണും, പിന്നീട് അത് ജോയിൻ ആയിട്ടാണ് നമുക്ക് 206. അഡൽറ്റിൽ എത്ര ഉണ്ട് അതെല്ലാവർക്കും അറിയായിരിക്കും. അഡൽറ്റിൽ 206 ഉണ്ട്, നവജാത ശിശുക്കളിൽ 300 ഉണ്ട്, അത് പിന്നെ ജോയിൻ ആയിട്ടാണ് 206 ആയിട്ട് മാറുന്നത്. ഓക്കെ, ലെപ്രമിൻ ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആ ഒരു പേര് തന്നെ ഉണ്ട്, ലെപ്രമിൻ. ലെപ്രസി എന്ന് കണക്ട് ചെയ്യാം. പക്ഷെ ഈ ലെപ്രസി എന്നുള്ളത് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലെപ്രസി എന്ന് പറയുന്നത് എന്താണ്? ലെപ്രസി കുഷ്ഠമാണ്. ലെപ്രസി എന്ന് പറയുന്നത് എന്താണ്? കുഷ്ഠമാണ്. ഓക്കെ ഓക്കെ, അപ്പം ലെപ്രമിൻ ടെസ്റ്റ് എന്താണ്? കുഷ്ഠരോഗം. ഇനി നമുക്ക് കുറെ രോഗങ്ങളും അത് നിർണയിക്കുന്ന ടെസ്റ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് കുഷ്ഠം ലെപ്രസി ആണെന്ന് ഓർക്കുക. ലെപ്രമിൻ കുഷ്ഠം എന്താ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്ന ടെസ്റ്റാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നതും കുഷ്ഠമാണ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. കുഷ്ഠം വന്നവർക്ക് എന്താണ്? കുഷ്ഠം വന്നവർ ഭയങ്കരമായിട്ട് അവർ വികൃതമായി പോകും അല്ലെ, വിരൂപമായി പോകും അല്ലെ, അവരുടെ ആ ഹാൻസും ഒക്കെ അങ്ങ് നഷ്ടപ്പെടും അല്ലെ. കുഷ്ഠം ഹാൻസൻസ് രോഗം. ശരിക്കും അങ്ങനെയല്ല, ഞാൻ പറഞ്ഞായിരുന്നു ഇന്നാളില് ബയോളജിയുടെ മാരത്തോണിന് പറഞ്ഞായിരുന്നു. ആ രോഗകാരി കണ്ടുപിടിച്ച സയന്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹാൻസൻസ് രോഗം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ്. കണക്ട് ചെയ്യാൻ നമുക്ക് എന്താ പറയുക? കുഷ്ഠം വരുമ്പോൾ വിരൂപമായി പോകും, ഹാൻസും ഒക്കെ അങ്ങ് നഷ്ടപ്പെടും അല്ലെ. അപ്പൊ ഹാൻസൻസ് രോഗം എന്ന് അറിയപ്പെടുന്നത് കുഷ്ഠം. അത് നിർണയിക്കുന്ന ടെസ്റ്റാണ് ലെപ്രമിൻ. ഓക്കെ, ലെപ്രമിൻ. അടുത്തത് ക്ഷയം. ക്ഷയം എന്ന് പറയുമ്പം മാൻഡോക്സ് ടെസ്റ്റ് ശ്വാസകോശത്തെ ബാധിക്കുന്നു. BCG വാക്സിൻ പ്രതിരോധത്തിന് ഉപയോഗിക്കുന്നു. ഓക്കെ, നോക്കിക്കേ. മാൻടോക്സ് മനുഷ്യൻ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരിക്കും. ചുമ്മാ കണക്ട് ചെയ്യുക. ക്ഷീണിച്ചുള്ളത് ക്ഷയം എന്ന് ഓർത്തിരിക്കുക, ക്ഷീണിച്ചിട്ടുള്ളത് ക്ഷയം. ഓക്കെ, അപ്പൊ ടോക്സിക് ആയിട്ടുള്ള മനുഷ്യര് ടോക്സിക് ആയിട്ടുള്ള മനുഷ്യരെ നമുക്ക് മാൻടോക്സ് എന്ന് പറയാം. മാൻടോക്സ് ആയിട്ടുള്ളവർ എപ്പോഴും ക്ഷീണിച്ചിരിക്കും, ടോക്സിക് അല്ല, അവർ ക്ഷീണിച്ചിരിക്കും എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ മാൻടോക്സ് ടെസ്റ്റ് ക്ഷയമാണ്. ക്ഷീണം എന്നുള്ളത് ക്ഷയം നോക്കുക, ക്ഷയം. ഓക്കെ, ഇതൊക്കെ പൊട്ടക്കോടാ കേട്ടോ, ശരിക്കും പൊട്ടക്കോടാ. പിന്നെ ചുമ്മാ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോഴത്തേക്കിന് ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറയുക കേട്ടോ, വലിയ ഇതൊന്നും ഇല്ല. ഓക്കെ, അടുത്ത ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗമാണ് ഡിഫ്തീരിയ. ഈ ഡിഫ്തീരിയ തൊണ്ടയിൽ മുള്ളു കയറിയാല് നമ്മളോട് പറയത്തില്ല വെള്ളം കുടിക്കുക, ഷെയ്ക്ക് കുടിക്കുക എന്നൊക്കെ പറയത്തില്ല. ഷെയ്ക്ക് കുടിക്കാൻ ആരും പറയത്തില്ല, ഷെയ്ക്ക് കുടിക്കാൻ പറയുമെന്ന് വിചാരിക്കുക. തൊണ്ടയിൽ മുള്ളു കയറിയാൽ നമ്മൾ ഷെയ്ക്ക് ആക്കിയിട്ട് ഷെയ്ക്ക് കുടിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. തൊണ്ടമുള്ള ഡിഫ്തീരിയ. ഷെയ്ക്ക് എന്നുള്ളത് ഷിക് ടെസ്റ്റ് എന്ന് ഓർക്കാം, ഷിക്ക് എന്ന് ഓർക്കാം. ഓക്കെ, ഷിക് ടെസ്റ്റ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നു കുട്ടികളെ ബാധിക്കുന്ന ബാക്ടീരിയ രോഗം. ടൈഫോയിഡ്. ടൈ കെട്ടുന്ന എങ്ങനെയല്ലേ ടൈ കെട്ടുന്നത്? വൈ പോലെയല്ലേ ടൈ കിടക്കുന്നത്? വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഓപ്ഷനിലുള്ള എല്ലാം കിട്ടിയോ? ക്ഷയം, ടോക്സിക് ആയിട്ടുള്ള മനുഷ്യര് ക്ഷീണിച്ചിരിക്കും, മാൻടോക്സ് ക്ഷയം. ഡിഫ്തീരിയ തൊണ്ട മുള്ളു കയറിയാൽ ഷെയ്ക്ക് കുടിക്കണം, ഷിക് ടെസ്റ്റ്. കുഷ്ഠം ലെപ്രമിൻ, ലെപ്രസി ആണ് കുഷ്ഠം, ലെപ്രമിൻ. ടൈഫോയിഡ് ടൈ കെട്ടുന്നത് വൈ പോലെയാണ്, വൈഡൽ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചോ? പിന്നെ ഇതുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേക്കണേ. ഓക്കെ, ജീവകങ്ങളും രാസനാമങ്ങളും ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓക്കെ, ജീവകം C അസ്കോബിക് ആസിഡ്, A എന്ന് പറയുന്നത് 4 അസ്കോബിക് ആസിഡ്. ജീവകം D എന്താണ്? കാൽസിഫെറോൾ അല്ലെ. B എന്ന് പറയുന്നത് 3. A4 B3 വരുന്ന ഏതുണ്ട്? A4 B3 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. A4 വരുന്ന ഈ 2 എണ്ണേ ഉള്ളൂ, B3 വരുന്ന ഓപ്ഷൻ A. ഓക്കെ, അപ്പൊ വിറ്റാമിൻ A എന്തുവായിരുന്നു? റെറ്റിനോള്. പിന്നെ വിറ്റാമിൻ B1 എന്തുവായിരുന്നു? ഓർമ്മയുണ്ടോ? B1 തയാമിന. വണ്ണം നമ്മൾ എങ്ങനെ എഴുതുന്നേ? വണ്ണം എഴുതിയിട്ട് അതിന്റെ മണ്ട ഒരു വരയും കൂടി ഇടുമ്പോ T, തയാമിൻ. B1 തയാമിൻ. B2 രണ്ട് സൈഡ് നമ്മൾ എന്ത്? തയാമിൻ. രണ്ട് സൈഡ് റിബൺ കിട്ടുമായിരുന്നു, റൈബോഫ്ലേവിൻ അല്ലെ. B2. B3 എന്തുവായിരുന്നു? B3 എന്ന് പറയുമ്പോ N ഓർക്കുക, 3 വര ഇട്ടിട്ട് നമ്മൾ N എഴുതും, നിയാസിൻ. ഓക്കെ, B3 എന്താണ്? നിയാസിൻ. പിന്നെ B5 എന്തുവായിരുന്നു?
5 എന്ന് പറഞ്ഞാൽ പാന്തോത്തനിക് ആസിഡ്. B6 എന്തുവായിരുന്നു? 6 പിരിഡോക്സിൻ. പിരിഡോക്സിൻ. B7 എന്തുവായിരുന്നു? B7 ബയോട്ടിൻ. B9 9 മാസം ഫോളിക് ആസിഡ് കഴിക്കും. B12 12 മണിക്ക് സയറിൻ അടിക്കും, സൈനോകൊബാലമിൻ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഓർത്തല്ലോ. പിന്നെ എന്തുവായിരുന്നു? C അസ്കോബിക് ആസിഡ്. D വിറ്റാമിൻ ഡി കാൽസിഫെറോൾ. ഇട്ടോ ഇങ്ങോട്ട് ഈ ടോക്കോഫെറോൾ. K ഫോർ ക്യൂൻ, ഫിലോക്യുനോൺ. K ഫോർ ക്യൂൻ അല്ല, ഓക്കെ, K ഫോർ ക്യൂൻ, ഫിലോക്യുനോൺ. പിന്നെന്താണ്? ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ജീവകവും അതിന്റെ പേരുകളും പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും കേട്ടോ. ഇത് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ഏതൊക്കെയോ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. T1 എഴുതിയിട്ടാണ് നമ്മൾ T എഴുതുന്നത്. തയാമിൻ. 2 എന്ന് ഓർക്കുമ്പോൾ 2 സൈഡ് റിബൺ. സ്കൂളിലൊക്കെ 2 സൈഡ് റിബൺ കിട്ടിപ്പോകത്തില്ലേ? റൈബോഫ്ലേവിൻ. 3 വര ഇട്ടിട്ട് 3 വര. നിയാസിൻ, പാന്തോത്തനിക് ആസിഡ്. 6 പിരിഡോക്സിൻ, ബയോട്ടിൻ. ഓക്കെ, അടുത്തത് കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയമാണ്. ആനക്കയം. വണ്ടി വലിക്കാൻ ആന വേണം അല്ലെ? വണ്ടി വലിക്കാൻ ആന വേണം. കശുവണ്ടി ആനക്കയം. കണ്ണാവ എന്ന് പറയത്തില്ലേ? കണ്ണാവ എന്നൊക്കെ പറയത്തില്ലേ? പാട്ടിലൊക്കെ കേട്ടിട്ടില്ലേ? വാഴ. ഓക്കെ, വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറ, തൃശ്ശൂർ കണ്ണാറ. ഓക്കെ, തെറ്റല്ലേ? ആനക്കയം, കണ്ണാറ. കശുവണ്ടി വലിക്കാൻ ആന വേണം, ആനക്കയം. കണ്ണാറ, വാഴ. ഓക്കെ, രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന ഹെപ്പാരിൻ നിർമ്മിക്കുന്ന രക്താണു ഏതാണ്? ബേസോഫിൽ ആണ് കേട്ടോ. ഹെപ്പാരിൻ നിർമ്മിക്കുന്ന രക്താണു ബേസോഫിൽ. ബേസ് മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാ. നമുക്ക് ആ ഒരു വിഷയം ബുദ്ധിമുട്ട് തോന്നത്തില്ല, നമ്മൾ ഹാപ്പിയാ. കാരണം എന്താ? ബേസ് മനസ്സിലാക്കിയ പിന്നെ ആ വിഷയം എളുപ്പമല്ലേ. ഹാപ്പിനെസ് വേണമെങ്കിൽ ബേസ് മനസ്സിലാക്കി പഠിക്കണം അല്ലെ? ബേസ് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എന്താണ്? നമ്മള് ഹാപ്പി ആയിരിക്കും അല്ലെ? അപ്പം ബേസോഫിൽ ഹെപ്പാരിൻ. ബേസ് മനസ്സിലാക്കി പഠിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. ബേസോഫിൽ ഹെപ്പാരിൻ ചോദിച്ചിട്ടുണ്ട്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതായിരുന്നു? ജീവകം K ആയിരുന്നു അല്ലെ? ഓക്കെ, രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗം ഏതായിരുന്നു? ഹീമോഫീലിയ ആയിരുന്നു. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത് ഏതാണ്? ഹെപ്പാരിനാണ്. ഹെപ്പാരിൻ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബേസോഫിൽ. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയമാകുന്ന BPL രോഗികൾക്കുള്ള പദ്ധതി. ഓക്കെ, സമാശ്വാസം. ഡയാലിസിസിന് എന്തോ രൂപയാവും. അപ്പൊ ഒരു മാസം അവർക്ക് കാശ് കിട്ടി അവർക്ക് എന്തൊരു ആശ്വാസം അല്ലേ? സമാശ്വാസം. BPL രോഗികൾക്ക് ഡയാലിസിസിന് പൈസ കിട്ടുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു ആശ്വാസമായിരിക്കും. സമാശ്വാസം അല്ലെ? അപ്പൊ ഡയാലിസിസ് ചെയ്യുന്ന വൃക്ക രോഗികൾക്കും ഹീമോഫീലിയ രോഗികൾക്കും ധനസഹായം നൽകുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. ഇതിനകത്ത് ഹീമോഫീലിയയും വരുന്നുണ്ട്. ഓക്കെ, സമാശ്വാസം. 4D സിൻഡ്രം എന്നറിയപ്പെടുന്ന രോഗം ഏത്? 4D സിൻഡ്രം എന്നറിയപ്പെടുന്നത് പെലഗ്രയാണ് കേട്ടോ. പെലഗ്ര. പണ്ടൊക്കെ നമ്മുടെ ഇങ്ങനെ ഒരു പേനയില്ല, 4 കളറുള്ള പേന, 4 കളറുള്ള പെന്നുള്ളല്ലോ. 4 കളറുള്ള പെന്ന് ഏതൊക്കെയാ? 4 കളറ്. ഒരെണ്ണം ബ്ലാക്ക് കാണും അല്ലെ? ഒരെണ്ണം ബ്ലൂ കാണും, റെഡ് കാണും, ഗ്രീൻ കാണും അല്ലെ? ഇതല്ലേ 4 കളർ വരുന്നത്. സാധാരണ 4 കളറിലാ പെന്ന് വരുന്നത്. ഏതൊക്കെയാ? 4 കളറിലാ വരുന്നത്. അപ്പൊ 4 പെൻ എന്നുള്ളത് 4 കളറിലെ പെൻ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ 4D പെലഗ്ര എന്ന് കണക്ട് ചെയ്യാലോ. പെൻ എന്നുള്ളത് പെലഗ്ര എന്നുള്ളത് കണക്ട് ചെയ്യാലോ. ഓക്കെ, അപ്പം 4D എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പെലഗ്രയാണ്. 4 കളറിലെ പേനുണ്ട്. പേനല്ല, പേന ഉണ്ട്. 4 കളറിലെ പേന. അപ്പം 4D പെലഗ്ര. എന്തൊക്കെയാ ഈ D എന്നും കൂടെ അറിഞ്ഞിരിക്കാമല്ലോ. ആദ്യത്തെ D എന്ന് പറഞ്ഞാൽ ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചർമ്മരോഗം. അപ്പൊ ഈ പെലഗ്ര വരുന്നവർക്ക് ചർമ്മരോഗം ഉണ്ടാവാറുണ്ട്. 4D. രണ്ടാമത്തെ D എന്ന് പറഞ്ഞാൽ ഡയറിയ, വയറിളക്കം ഉണ്ടാവാറുണ്ട്. മൂന്നാമത്തെ D എന്ന് പറഞ്ഞാൽ ഡെമൻഷ്യ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറവ്. നാലാമത്തെ D ഡെത്ത്, മരണം. ചികിത്സിച്ചില്ലെങ്കിൽ മരണം സംഭവിക്കും. അപ്പൊ ഇത് പെലഗ്രയുടെ പ്രത്യേകതയാണ്. 4D എന്ന് അറിയപ്പെടുന്നു. ഈ ഡിയും കൂടെ ഒന്ന് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡെർമറ്റൈറ്റിസ്, ഡയറിയ, ഡെമൻഷ്യ, ഡെത്ത്. തെറ്റല്ലേ? ഓക്കെ ആണല്ലോ. ഓക്കെ, സെറിബ്രത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ
ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായവയാണ്. തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതെ, തലച്ചോറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന സെറിബെല്ലം ആണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലം ആണ്. അതുപോലെ തന്നെ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലം ആണ്. ഓക്കെ, സെറിബ്രത്തിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ സെറിബെല്ലം ആണ്. അടുത്ത സെറിബ്രത്തിന്റെ 2 അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാളിയുടെ പേര് കോർപ്പസ് കലോസം. സെറിബ്രത്തിന്റെ 2 പാളികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ കോർപ്പസ് കലോസം അല്ല 2 ഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാളിയെ നമ്മൾ പറയുന്നത് കോർപ്പസ് കലോസം. ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ, ബോധം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, ബുദ്ധി, ചിന്ത അതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. എല്ലാം ശരിയാട്ടോ. സെറിബ്രത്തെ പറ്റി പറഞ്ഞതെല്ലാം ശരിയാട്ടോ. ഓക്കെ, റിലേ സ്റ്റേഷൻ അറിയപ്പെടുന്ന ഏതായിരുന്നു? തലാമസ് ആയിരുന്നു കേട്ടോ. തലാമസ്. ഓക്കെ, കേൾവി തകരാർ. ഓക്കെ, കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കേൾവിക്കുറവ്, കാതോരം. കാതോരം. ഓക്കെ, അപ്പൊ കേൾവിക്കുറവുള്ള കുട്ടികളെ ജന്മന കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ചികിത്സ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കാതോരം എന്ന് പറയുന്നത്. കാതോരം. ഓക്കെ, കാതോരം നോക്കിക്കെ. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ. കാരുണ്യം, പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ. പാവപ്പെട്ട രോഗികളോട് നമ്മൾ കാരുണ്യം കാണിക്കണം അല്ലെ. അപ്പൊ പാവപ്പെട്ട രോഗികൾക്ക് ഫ്രീ ചികിത്സ. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്പെക്ട്രം, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പുനരധിവാസം. ഓട്ടിസം, സ്പെക്ട്രം, ഓട്ടിസം അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഓട്ടിസം ബാധിച്ചവർ സ്പെക്സ് വെക്കുമെന്ന് ഓർത്താൽ മതി. സ്പെക്ട്രം, ഓട്ടിസം ബാധിച്ചവർക്ക് കണ്ണൊക്കെ വൃത്തിക്ക് കാണത്തില്ല, അവർ സ്പെക്സ് കണക്ട് ചെയ്യും. അപ്പോൾ ഓട്ടിസം, സ്പെക്ട്രം. അമൃതം, വയോധികർക്കുള്ള ആയുർവേദ ചികിത്സ പദ്ധതിയാണ് അമൃതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് കണക്ട് ചെയ്ത് ഇതൊന്ന് പഠിച്ചേക്കണം കേട്ടോ. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തോ. അടുത്തത്, ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? തെറ്റായവയാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ്. ഇത് തെറ്റാ. കൊഴുപ്പിൽ ലയിക്കുന്നത് ഒന്നുകിൽ അടക്കെന്ന് പറയണം, അല്ലെങ്കിൽ കേടാന്ന് പറയണം അല്ലെ. കൊഴുപ്പിന് കേട, ഫാറ്റ് സോലിബിൾ കേട അല്ലെ. ഫാറ്റ് സോലിബിൾ കേടം. അതുപോലെ ബിസിയാണ്, വാട്ടർ സോലിബിൾ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അത് തെറ്റാ. ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകം സി ആണ്. തെറ്റാണ്. ജീവകം സി പുളിപ്പുള്ള ഫ്രൂട്ട്സിൽ അല്ലെ, പഴങ്ങളിലുള്ളതാണ് ജീവകം സി. ജീവകം എയും ജീവകം കെയും ആണ് നമുക്ക് ഈ ഇലക്കറികളിൽ നിന്ന് കിട്ടുന്നത്. ചീര കഴിക്കണം, കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാന്ന് കേട്ടിട്ടില്ല, മുടി വളരാൻ. അപ്പൊ കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ എ അല്ലെ, റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ വിറ്റാമിൻ എയുടെ കുറവ് മൂലം നിശാന്തത ഉണ്ടാവുന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പൊ ഇലക്കറികളിൽ ധാരാളമായിട്ട് ഉണ്ടാവുന്ന ഏതാണ്? എയും കെയും കേട്ടോ, സി അല്ല. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകമാണ് എ. കറക്റ്റ് ആണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ് ഇ. കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാ? 1ഉം 2ഉം അല്ലേ. 1ഉം 2ഉം തെറ്റെന്ന് പറയുമ്പോ ഓപ്ഷൻ എ. തെറ്റായിട്ടുള്ളതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 1ഉം 2ഉം ആണ് തെറ്റ്. ശരി. കേരളത്തിൽ പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓടക്കാലിയാണ് കേട്ടോ. ഓടക്കാലി. ഈ ഓടയുടെ അവിടെയൊക്കെ, ഓടയില്ലേ, ഓടയുടെ സൈഡിലൊക്കെ പുല്ല് കിളിച്ചിരിക്കുന്ന കണ്ടിട്ടില്ല. ഓടയുടെ സൈഡില് പുല്ല് കിളിച്ചിരിക്കും അല്ലെ. അപ്പം എന്താണ്? പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. ഉള്ളിടത്തെല്ലാം പുല്ല് കിളിച്ചിരിപ്പുണ്ട്. ഓടക്കാലി പുൽത്തൈല ഗവേഷണ കേന്ദ്രം. ഓക്കെ, പീച്ച് എന്താണെന്ന് അറിയാവോ? വന ഗവേഷണ കേന്ദ്രമാണ് പീച്ച് കേട്ടോ. വന ഗവേഷണ കേന്ദ്രം പീച്ച്. അതായത് നമ്മുടെ അമ്മമാരൊക്കെ ആണെങ്കിലേ, നമ്മളൊക്കെ ആണെങ്കിലും എവിടെ ചെടി കണ്ടാലും ഉടനെ പിച്ചി എടുത്തോണ്ട് വരും അല്ലെ. അപ്പൊ ചെടി എന്നുള്ളത് നമുക്ക് വനം അങ്ങാക്കാം. എവിടെ വനം കണ്ടാലും അവിടെ നല്ല ചെടി ഉണ്ടെങ്കിൽ പിച്ചി എടുത്തോണ്ട് വരും. അപ്പൊ വനം ഉണ്ടെങ്കിൽ പിച്ചി എടുത്തോണ്ട് വരും. ഓക്കെ, അപ്പൊ പീച്ചി എന്നുള്ളത് വന ഗവേഷണ കേന്ദ്രം. ഓക്കെ, കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ഓക്കെ, ചൂണ്ടൽ എന്നുള്ളത് തെങ്ങാണ് കേട്ടോ. തെങ്ങ് ഗവേഷണ കേന്ദ്രം. തെങ്ങ്. എല്ലാം പോച്ച്. വനം, തെങ്ങ്. ഓക്കെ,
അത് നമ്മൾ ഈ വെള്ളത്തിന്റെ മണ്ട ഇങ്ങനെ വളഞ്ഞ് തെങ്ങിരിക്കുന്ന ഓർക്കുന്നുണ്ട്. തെങ്ങിന്റെ മണ്ട നമ്മൾ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നതാണ്. ചുമ്മാ കണക്ട് ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെയാ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തെങ്ങിന്റെ മണ്ടേ കയറി ചൂണ്ട ഇടുക. ഓക്കെ, ഇപ്പൊ ചൂണ്ട ഇടുക, തെങ്ങിന്റെ മണ്ടേ കയറി ചൂണ്ട ഇടുക. ചൂണ്ടല് തെങ്ങ് ഗവേഷണ കേന്ദ്രം. അപ്പൊ ഇതെല്ലാം പഠിച്ചോ? എന്താണ്? പുൽത്തൈലം, ഓട ഉള്ളിടത്തെല്ലാം പുല്ല് കിളിച്ചിരിക്കുന്നു അല്ലെ? ഓടക്കാലി പുൽത്തൈല ഗവേഷണ കേന്ദ്രം. വനം ഉണ്ടെങ്കിൽ അവിടെ പോയി ചെടി പിച്ചിയെടുക്കും നമ്മൾ. പീച്ചി വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ചൂണ്ട, തെങ്ങിന്റെ മണ്ടേ കയറി ചൂണ്ട ഇടുന്നു അല്ലെ? ചൂണ്ടൽ, തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ. ഓക്കെ, താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതോ ബയോളജിയുടെ മാരത്തോണിനാണോ റാപ്പിഡ് ഫയറിനാണോ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്കിന് ഷോർട്സ് പോയി നോക്കാൻ പറഞ്ഞപ്പോൾ 1-2 പേര് പറഞ്ഞു ഷോർട്സ് കണ്ടില്ല. ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നോക്കിക്കേ, വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. യെല്ലോ ഉടുപ്പിട്ട ഡിങ്കൻ, നമ്മുടെ ഡിങ്കൻ യെല്ലോ ഉടുപ്പിട്ടിട്ട് ബോക്സിൽ ഒരു പൊളി റാബിറ്റുമായിട്ട് മെസ്സിലോട്ട് വന്നു. ഓക്കെ, ഡിങ്കൻ സ്കൂളിൽ പഠിക്കുക. ഡിങ്കന്റെ ഉടുപ്പ് യെല്ലോ ആണെന്ന് അറിയാം. യെല്ലോ ഉടുപ്പിട്ട ഡിങ്കൻ ഒരു ബോക്സിൽ റാബിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പൊളി റാബിറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂട്ടായിട്ടുള്ള റാബിറ്റുമായിട്ട് മെസ്സിൽ വന്നു. അത്ര ഓർത്തിരിക്കാലോ. യെല്ലോ ഉടുപ്പിട്ട ഡിങ്കൻ ബോക്സില് പൊളി റാബിറ്റുമായിട്ട് മെസ്സിൽ വന്നു. ഓക്കെ, അപ്പം മെസ്സിൽ ആരെങ്കിലും റാബിറ്റിനെയും കൊണ്ടുവരുമോ? സ്വാഭാവികമായിട്ട് സാർമാര് കണ്ട അടി കിട്ടുമല്ലോ. ഏത് സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്ന? AI സാറായിരുന്നു. ഇത് കണ്ട AI സാർ എന്ത് ചെയ്യുന്നറിയാവോ? എൽബോയില് ഹിപ്പ് എന്നടിച്ചു. എൽബോയിൽ എന്ത് ചെയ്തു? ഹിപ്പ് എന്നടിച്ചു. വേണ്ടവർ മാത്രം ഈ കോഡ് അക്സെപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി മാത്രം പറഞ്ഞതാ. ഓക്കെ, ചിലവർക്ക് പാടായിട്ട് തോന്നും, കുഴപ്പമില്ല, ലീവ് ഇറ്റ്. നോക്കിക്കേ, അപ്പൊ എന്താണ്? യെല്ലോ ഉടുപ്പിട്ട ഡിങ്കന് ബോക്സില് പൊളി റാബിറ്റുമായിട്ട് മെസ്സിൽ വന്നു. ഇത് കണ്ട് AI സാർ എന്തോ ചെയ്യുന്നറിയാം? എൽബോയിൽ ഹിപ്പ് എന്നടിച്ചു. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ കോഡ് പറഞ്ഞേ. എന്താണ്? യെല്ലോ ഉടുപ്പിട്ട ഡിങ്കന് ബോക്സില് പൊളി റാബിറ്റുമായിട്ട് മെസ്സിൽ വന്നു. ഇത് കണ്ട AI സാറ് എൽബോയിൽ ഹിപ്പ് എന്നടിച്ചു. ഇത്രയേ ഉള്ളൂ. നോക്കിക്കേ, യെല്ലോ ഉടുപ്പിട്ട ഡിങ്കൻ, യെല്ലോ ഫീവർ. ഡിങ്കൻ ഡെങ്കി ഫീവർ. ബോക്സ് ചിക്കൻ ബോക്സും ചിക്കൻ കുനിയും വരുവേ. പോളി റാബിറ്റ് പോളിയോ. റാബിറ്റ് റാബീസ്. മെസ്സിൽ വന്നു മീസിൽസ്. AI സാറ് എയ്ഡ്സ്. സെറ് സാർസ്. എൽബോ എബോള. ഹിപ്പ് എന്നടിച്ചു ഹെപ്പറ്റൈറ്റിസ്. തെറ്റാണോ? ഓക്കെ ആണോ? ഇത്രയും പഠിച്ചില്ലേ? ഇനി പറഞ്ഞേ, വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെടാത്തത്. മീസിൽസ് മെസ്സിലാ വന്നേ. മെസ്സിൽ വരുമ്പോ അവിടെ മീസിൽസ് ഉണ്ട്. ചിക്കൻ കുനിയ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ബോക്സിൽ അല്ലേ? റാബിറ്റുമായിട്ട് ബോക്സിൽ വന്നെന്ന് പറഞ്ഞില്ല. അവിടെ ചിക്കൻ ബോക്സും ചിക്കൻ കുനിയും വരുന്നുണ്ട്. ഡിങ്കനാ വന്നത്. അപ്പൊ ഇത് 3 വൈറസ് രോഗമാണ്. ഇവിടെ പെടാത്തത് ഏതാണ്? നമ്മുടെ ഡിഫ്തീരിയ ആണ്. തൊണ്ടമുള്ളാണ് കേട്ടോ, തൊണ്ടമുള്ള. ഓക്കെ, തെറ്റ്. അന്താരാഷ്ട്ര വനദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്ന്? അന്താരാഷ്ട്ര വനദിനമായിട്ട് ആചരിക്കുന്ന ദിവസം മാർച്ച് 21. മാർച്ച് 22 എന്തുവായിരുന്നു? ലോക ജലദിനമായിരുന്നു അല്ലെ? ലോക ജലദിനം എന്നായിരുന്നു മാർച്ച് 22. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിരുന്നു അല്ലെ? ലോക കാലാവസ്ഥാ ദിനം. ഓർത്തിരിക്കുക, മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം, മാർച്ച് 22 ലോക ജലദിനം, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ഓക്കെ, ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് കേട്ടോ. ഏറ്റവും വലിയ അന്തർസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ അന്തർസ്രാവി ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. പീനിയൽ ഗ്രന്ഥിയാണ് ഏറ്റവും ചെറിയ അന്തർസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ഞങ്ങളുടെ സ്വന്തം പത്തനംതിട്ടയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത്. പത്തനംതിട്ട കോന്നിയിലാണ് ആദ്യമായിട്ട് റിസർവ് വനം. കേരളത്തിൽ ആദ്യമായിട്ട് റിസർവ് വനം തുടങ്ങിയ ജില്ല പത്തനംതിട്ട കോന്നിയിലാണ്. കോന്നി 1888 ആണ്. 1888 ആദ്യമായിട്ട് കേരളത്തിലെ റിസർവ് വനം തുടങ്ങിയത് പത്തനംതിട്ടയിലാണ്, കോന്നിയിലാണ്. 1888. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള ജില്ലയും പത്തനംതിട്ടയാണ്.
നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പരിസ്ഥിതി സംഘടന സ്ഥാപിച്ചത് ആരാന്നറിയാവോ? മേധ പട്കർ ആണേ, മേധ പട്കർ. ഓക്കെ ഓക്കെ, മേധ പട്കർ. കശേരുക്കളുടെ എണ്ണം എത്ര? കശേരുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 33 കേട്ടോ. കുഞ്ഞിലെ വെർട്ടിബ്രേന്ന് ഓക്കെ, കുഞ്ഞിലെ 33. നമ്മൾ വളർന്നു കഴിയുമ്പോഴത്തേക്കിന് അത് 26 മാറും. ഇതിൽ 26 ഓപ്ഷൻ ഇല്ലല്ലോ, അപ്പൊ 33 കേട്ടോ. കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. പ്രകാശത്തിന്റെ ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? ഇത് അപ്പൊ കുറഞ്ഞ മാധ്യമവും കൂടിയ മാധ്യമവും പഠിക്കണം നമ്മൾ. മാധ്യമം എന്ന് പറഞ്ഞാൽ എന്താ? ഖരം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, വാക്വം, ഇതെല്ലാം ഓരോ മാധ്യമമാണ്. ഈ ഓരോ മാധ്യമത്തിലൂടെ പ്രകാശം ഓരോ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്പീഡ് നമുക്കൊന്ന് പഠിക്കാം. ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ഇങ്ങനെ അങ്ങ് ഓർക്കും. ഇത് SCRT SCRT ഇങ്ങനെ തന്നെ, SCRT ഈ എടുത്ത് ഞാനിപ്പം ഇവിടെ ഈ ഇമേജ് SCRT അപ്പൊ ഇത് ഏത് വേണേലും ചോദിക്കാം. അപ്പൊ ഒന്ന് ഓർത്തിരിക്കുക. വജ്രം, ഗ്ലാസ്, ജലം, വായു. ആ ഓർഡർ ഒന്ന് പഠിക്കാലോ. വജ്രം ഏറ്റവും കട്ടിയുള്ളത് വജ്രം, പിന്നെ ഗ്ലാസ്, പിന്നെ ഇച്ചിരി ലൂസായിട്ടുള്ളത് ജലം, പിന്നെ ഫുൾ ഫ്രീ ആയിട്ടുള്ളത് വായു. ആ ഒരു ഓർഡർ പഠിച്ചിരിക്കുക. വജ്രം, ഗ്ലാസ്, ജലം, വായു. പിന്നെ നമുക്ക് എങ്ങനെ പഠിക്കാം? 1, 2, 2, 3. 1, 2, 2, 3 പഠിക്കാലോ. ഓക്കെ, അപ്പം വജ്രം, ഗ്ലാസ്, ജലം, വായു. 1, 2, 2, 3 എന്ന് പറയുമ്പോൾ വജ്രത്തിൽ 1.4 1.25 × 10⁸ m/s എല്ലാത്തിനും കൂടെ ഉണ്ട്. പിന്നെ വജ്രം കഴിഞ്ഞിട്ട് പിന്നെ കട്ടിയുള്ള ഗ്ലാസ്സിലാവുമ്പോൾ 2 × 10⁸ m/s. പിന്നെ വെള്ളത്തിൽ 2.2 2.4 പിന്നെ 3 1.4 2 2.4 3. ഓക്കെ, ഇനി പറഞ്ഞേ, ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏതാണ്? വജ്രമാണ് അല്ലെ, 1.4 അല്ലെ. വജ്രത്തിൽ എന്താണ്? 1.25 × 10⁸ m/s. വജ്രം കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? ഗ്ലാസ്സിലാണ്. ഗ്ലാസ്സിൽ എത്ര വരുന്നത്? 2 × 10⁸ m/s. ജലത്തില് 2.25 × 10⁸ m/s. വായുവില് 3 × 10⁸ m/s. ഓക്കെ അല്ലേ? തെറ്റാണല്ലോ. ഓക്കെ, ചേരുംപടി ചേർക്കുക. ലോഹങ്ങള്, അയിരുകള്. സോഡിയം എന്ന് പറയുന്നത് ചിലി സാൾട്ടാ കേട്ടോ. സോഡിയം എന്ന് പറയുന്നത് ചിലി സാൾട്ട്. അപ്പൊ A എന്ന് പറയുന്നത് 3. പൊട്ടാസ്യം എന്ന് പറയുന്നത് കാർണലൈറ്റ്, പൊട്ടാസ്യം കാർണലൈറ്റ്. അപ്പം B എന്ന് പറയുന്നത് 1. അപ്പൊ A 3 B 1 വരുന്നത് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ A. A 3 B 1 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ A. അപ്പൊ അത് നമുക്കൊന്ന് പഠിച്ചു തന്നെ പോവാം. നോക്കിക്കേ, സോഡിയത്തിന്റെ ഓരോന്നിന്റെ അയിരാ ചോദിച്ചിരിക്കുന്നത്. സോഡിയത്തിന്റെ അയിര് ചില്ലി സാൾട്ട് ആണ്. ചില്ലി സാൾട്ട്. നമ്മൾ സോഡ ഭയങ്കര ഗ്യാസ്, പൊട്ടിച്ച് നമ്മൾ ചില്ലെന്നാവും അല്ലെ, ചില്ലെന്നാവും. സോഡ കുടിച്ച ചില്ലാവും, അപ്പൊ സോഡിയത്തിന്റെ അയിര് ചില്ലി സാൾട്ട് ബീറ്റ. ഓക്കെ, ചില്ലി സാൾട്ട്. ഓക്കെ, പൊട്ടാസ്യം കാർണലൈറ്റ്. കാർണോമാർക്ക് ചെവി കേൾക്കത്തില്ലല്ലോ, പൊട്ടന്മാരെ പോലെ ഇരിക്കും ഇല്ലേ. ചുമ്മാ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുക കേട്ടോ. ഓക്കെ, ചുമ്മാ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ ഓരോന്നൊക്കെ പറയുക കേട്ടോ. കാർന്നോമാരെ ഞാൻ പൊട്ടെന്ന് വിളിച്ചതല്ലേ, നാളെ ഇനി അത് പറഞ്ഞുകൊണ്ട് വരില്ലേ. ഓക്കെ, കാർന്നോമാർക്ക് ചെവി കേട്ടൂടല്ലോ, അപ്പൊ പൊട്ടന്മാര്. അപ്പൊ കാർണലൈറ്റ്, കാർന്നോമാര് പൊട്ടന്മാര്. പൊട്ടാസ്യം എന്ന് പറയുന്നത് കാർണലൈറ്റ്, പൊട്ടാസ്യം കാർണലൈറ്റ്. ഓക്കെ, മഗ്നീഷ്യം ഡോളമൈറ്റ്. മഗ്നീഷ്യം ഡോളമൈറ്റ്. കാൽസ്യം ഫ്ലൂറസ്പാർ. ഒരു മിനിറ്റ് ആലോചിക്കട്ടെ, കോഡാലോചിക്കട്ടെ, ആലോചിച്ച് കണ്ടുപിടിച്ചു. മക്ഡൊണാൾഡ് ഓർക്കാലോ, മഗ്നീഷ്യം ഡോളമൈറ്റ്. മക്ഡൊണാൾഡ് ഇല്ലേ, മക്ഡൊണാൾഡ്. ഓക്കെ, മഗ്നീഷ്യം ഡോളമൈറ്റ്. കാൽസ്യം ഫ്ലൂറസ്പാർ. ഈ കാലിലൊക്കെ നല്ല ഫ്ലോ, വെള്ളത്തിന് നല്ല ഫ്ലോ കണ്ടാൽ നമ്മൾ പോയി കാലിടും അല്ലെ. ഇല്ല, വെള്ളം കടലിലൊക്കെ പോകുമ്പോൾ കാലിടാൻ തോന്നത്തില്ല. അപ്പം കാൽസ്യം ഫ്ലൂറസ്പാർ. ഫ്ലോ ഉള്ളിടത്ത് കാല് കൊണ്ടിടും, ഫ്ലോ ഉള്ളിടത്ത് കാല് മുക്കും. വെള്ളത്തിൽ ഫ്ലോ ഉണ്ടെങ്കിൽ കാല് കൊണ്ടുപോയി മുക്കും. അപ്പൊ ഫ്ലോ എന്നുള്ളത് ഫ്ലൂ എന്ന് കൊടുക്കാം. ഫ്ലൂറസ്പാർ, കാൽസ്യം. ഓക്കെ, കോഡ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, ചുമ്മാ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറയുന്നത്. സോഡിയം, സോഡ കുടിച്ച ചില്ലെന്നാവും, ചില്ലി സാൾട്ട്. കാർണവന്മാര് പൊട്ടന്മാരെ പോലെ, പൊട്ടാസ്യം കാർണലൈറ്റ്. മഗ്നൊണാൾഡ്, മഗ്നീഷ്യം ഡോളമൈറ്റ്.
കാല്, ഫ്ലോ ഉള്ളിടത്ത് കാല് കൊണ്ടിടും അല്ലെ, കാൽസ്യം ഫ്ലൂറസ്പാർ. ഓക്കെ, അടുത്തത് ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂളാണ് കേട്ടോ. ഒരു മണിക്കൂർ എന്നെ ഇട്ട് വാട്ടുമായിരുന്നു എന്ന് പറയത്തില്ലേ, ഒരു മണിക്കൂർ എന്നെ ഇട്ട് വാട്ടുമായിരുന്നു. ഒരു മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കിന് എത്ര, 1 അവർ എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാ, 3600 സെക്കൻഡ് അല്ലേ. അപ്പോൾ ഒരു മണിക്കൂർ എന്നെ ഇട്ട് വാട്ടുമായിരുന്നു. അപ്പോൾ ഒരു മണിക്കൂർ 3600 സെക്കൻഡ് എന്നെ ഇട്ട് വാട്ടുമായിരുന്നു. അപ്പോൾ ഒരു വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്, 3600 സെക്കൻഡ് ആണ്. ഒരു വാട്ട് അവർ മീറ്റർ, ഒരു വാട്ട് അവർ എന്ന് പറയുന്നത് 3600 ജൂൾ കേട്ടോ, 3600 ജൂൾ. ഓക്കെ, ഒരു മണിക്കൂർ എന്നിട്ട് വാട്ടുമായിരുന്നു. ഒരു മണിക്കൂർ 3600 സെക്കൻഡ്. ഓക്കെ, അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമായി ആചരിച്ചത് 2005 ആണ്. അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷമായി ആചരിച്ചത് എന്നാണ്, 2005. ഓക്കെ, അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ മൂലങ്ങളെ ക്രമീകരിച്ചത് ആരാ? മാസ് കൂടുതൽ കാണിച്ചാല് ആൾക്കാർ വിചാരിക്കും മെന്റലാന്നല്ലേ, മെന്റലാന്ന്, മെന്റലീവ്. അറ്റോമിക് മാസ് ആവർത്തന പട്ടികയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ്? മെന്റലീവ് ആണ്. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള ഫുൾ PYQ ഫാൽക്കണിൽ ഇട്ടിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. പീരിയോഡിക് ടേബിൾ PYQ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അത് കുറെ കോഡും പറയുന്നുണ്ട്. അത് അറിയാത്തവർ, പീരിയോഡിക് ടേബിളിനെ പറ്റി അറിയാത്തവരാവുന്ന പോയി കാണുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. പീരിയോഡിക് ടേബിളിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് മെന്റലീവ് ആണ്. മെന്റലീവ് അറ്റോമിക് മാസിന്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് മൂലങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? മാസ് കൂടുതൽ കാണിച്ചാൽ ആൾക്കാർ വിചാരിക്കും മെന്റലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് മോഡേൺ ആധുനിക പീരിയോഡിക് ടേബിൾ മോസ്ലി കൊണ്ടുവന്നത്. ഓക്കെ, മോസ്ലി ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് മോസ്ലി ആണ്. മോസ്ലി അറ്റോമിക് നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം, ചൂട് കൂടിയെടുത്ത് തൊടുമ്പോൾ ഷൂന്ന് കൈ പോ, അയ്യോ ഷൂ കൈ അല്ലെ, ഷൂന്ന് കൈ വെക്കും അല്ലെ, അല്ലെങ്കിൽ കുക്കറിന് ചൂട് കൂടുമ്പോൾ ഷൂന്ന് അടിക്കുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എരിത്രോസിൻ ആണ്. എരിത്രോസിൻ. നമ്മൾ എരിയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ചുമക്കും, എരിച്ചിട്ട് മുഖം ചുമക്കും അല്ലെ, എരിച്ചിട്ട് മുഖം ചുമക്കും. അപ്പം എന്താണ്? ചുവപ്പ് നിറം നൽകാൻ എരിത്രോസിൻ. എരിത്രോസിൻ. ഓക്കെ, ചുവപ്പ് നിറം നൽകാൻ എന്താണ്? എരിത്രോസിൻ. ഓക്കെ, ഒരു ന്യൂട്രോൺ മാത്രമുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്, പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം. ഓക്കെ, ഒന്ന് നോക്കിക്കേ, നിങ്ങളെ കൊണ്ട് തന്നെ ഇപ്പൊ ഉത്തരം പറയിപ്പിക്കാം. ഓക്കെ, ഇത് 3, പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം, ഇത് 3ആണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ്. ഓക്കെ, പ്രോട്ടിയം എന്ന് പറയുമ്പോൾ H11, ഡ്യൂറ്റീരിയം എന്ന് പറയുമ്പം H12, ട്രിഷിയം എന്ന് പറയുമ്പം H13 ആണ്. ഇതിൻ്റെ അകത്ത് ന്യൂട്രോൺ ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയം ആണ്. ന്യൂട്രോൺ ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടിയം ആണ്. ഇനി ന്യൂട്രോൺ ഉള്ളത് ഡ്യൂറ്റീരിയം ആണ്. ഇനി ട്രിഷിയം എന്ന് പറയുന്നത് ഇതിൽ 2 ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോൺ ഇല്ലാത്തത് പ്രോട്ടിയം, 1 ന്യൂട്രോൺ ഉള്ളത് ഡ്യൂറ്റീരിയം, 2 ന്യൂട്രോൺ ഉള്ളത് ട്രിഷിയമാണ്. ഇനി ഇതത് ചോദിക്കാൻ PSC ചോദിക്കുന്നത് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് പ്രോട്ടിയം ആണ്. ഹെവി വാട്ടറിൽ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഹെവി വാട്ടർ ആയിട്ട് D2O നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ മോഡറേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്, D2O. ഇനി ട്രിഷിയം എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്, ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അത് ട്രിഷിയം ആണ് കേട്ടോ. അപ്പം 1 ന്യൂട്രോൺ മാത്രമുള്ളത് ഏതാണ്? ഡ്യൂറ്റീരിയം ആണ്. ഹൈഡ്രജന് 3 ഐസോടോപ്പ് ഉണ്ട്, പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷിയം. ന്യൂട്രോൺ ഇല്ലാത്തത് പ്രോട്ടിയം, 1 ന്യൂട്രോൺ ഉള്ളത് ഡ്യൂറ്റീരിയം, അത് ഹെവി വാട്ടർ മോഡറേറ്ററിലായിട്ട് യൂസ് ചെയ്യാറുണ്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ. ട്രിഷിയം 2 ന്യൂട്രോൺ ഉണ്ട്, റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാറ്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതി ഏതാണ്? സംവഹനമാണ് കേട്ടോ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന താപപ്രസരണ രീതി. ഇതിന്റെ SCRT ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ സയൻസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കണം. SCRT ഇത് ഫുള്ള് SCRT കണ്ടന്റ് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്തുവാ നോക്കാം. നോക്കിക്കേ, സംവഹനം എന്ന് പറഞ്ഞ കൺവെക്ഷൻ. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ ചലനം വഴിയാണ്. അതായത് നമ്മളിപ്പം വെള്ളം തിളപ്പിക്കുക, വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചു, അടപ്പ് അടച്ചു വെച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഉണങ്ങിയ അടപ്പ് വെച്ചിട്ടായിരിക്കും അവിടെ ആ അടപ്പ് അടയ്ക്കുന്നത്. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടപ്പ് പൊക്കി നോക്കുമ്പോൾ അടപ്പിന്റെ പുറത്ത് മൊത്തം വെള്ളം ഇരിക്കും.
എന്താ ആ പാത്രത്തിലെ വെള്ളം ചൂടായപ്പോഴത്തേക്കിന് ഈ അടപ്പിലോട്ട് വന്നു. അതായത് അവിടെ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് നടക്കുന്നുണ്ട്. മനസ്സിലായോ? തന്മാത്രകളുടെ യഥാർത്ഥ പ്രസരണം നടക്കുന്നുണ്ട്, മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. ഓക്കെ. ചാലനം എന്ന് പറയുന്നത് സോളിഡ്സിൽ മാത്രം നടക്കുന്നതാണ് ചാലനം. വികിരണം എന്ന് പറയുന്നത് മാധ്യമമില്ലാത്ത, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാധ്യമം ഇല്ലാതെ താപം പ്രസരിക്കുന്ന രീതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വികിരണമാണ്. ഓക്കെ. ലിക്വിഡിലും ഗ്യാസിലും നടക്കുന്ന സംവഹനം, ഖരപദാർത്ഥങ്ങളിൽ നടക്കുന്നത് ചാലനം, മാധ്യമം ഇല്ലാതെ ശൂന്യതയിൽ നടക്കുന്നത് ഏതാണ്? വികിരണം. കേട്ടോ, മെമ്മറി കോഡ് ഉണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾഡ് ആണ്. കേട്ടോ, ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉപയോഗിച്ചത്. ആറ്റം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത്. അറ്റോമോസ് എന്ന വാക്കിൽ നിന്ന് വന്ന ആറ്റം, വിഭജിക്കാൻ കഴിയാത്തത്. ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ഓസ്റ്റ്വാൾഡ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആറ്റത്തിൽ കറങ്ങി നടക്കുവാന്ന് നമുക്കറിയാം. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങി നടക്കുമല്ലേ. ഭാരം കുറഞ്ഞ ആള് നല്ലപോലെ സ്പീഡിൽ മൂവ് ചെയ്യും അല്ലേ. ഭാരം കൂടിയവർക്ക് വെയിറ്റ് കാരണം നടക്കാൻ വയ്യ, പക്ഷെ ഭാരം കുറഞ്ഞ ആള് ഓടി നടക്കും. അപ്പം ഏറ്റവും ഭാരം കുറഞ്ഞത് നമ്മുടെ പുറത്ത് ഓടി നടക്കുന്ന ഇലക്ട്രോൺ ആണ്. ഭാരം കൂടിയത് ആരാണ്? ന്യൂട്രോൺ ആണ്. കേട്ടോ, ന്യൂട്രോൺ. മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോണളവ് ഏതാണ്? മഴവില്ലിന്റെ വയലറ്റിന്റെയും റെഡിന്റെ ഒക്കെ സ്ഥാനം ചോദിക്കാറുണ്ട്. ഏറ്റവും താഴെ നമുക്കറിയാം വേവ് ലെങ്ത് കുറഞ്ഞത് വയലറ്റ് അല്ലേ. വയലറ്റ് ആയിരിക്കും ഏറ്റവും താഴെ കാണപ്പെടുന്നത്. വേവ് ലെങ്ത് കൂടിയ റെഡ് ഏറ്റവും ദൂരെ ആയിരിക്കും. അത് ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് റെഡ് ആയിരിക്കും. ഓക്കെ. ഏറ്റവും താഴെ കാണപ്പെടുന്നത് വയലറ്റ് ആയിരിക്കും, ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് റെഡ് ആയിരിക്കും. അതുപോലെ തന്നെ മഴവില്ലിന്റെ സ്ഥാനം ചോദിക്കാറുണ്ട്. സൂര്യന് നേരെ അഭിമുഖമായിട്ടാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണ് മഴവില്ല് ഉണ്ടാവാറുള്ളത്. അതും ചോദിക്കാറുണ്ട്. കേട്ടോ, സൂര്യന് നേരെ ഓപ്പോസിറ്റ് ആണ് മഴവില്ല് ഉണ്ടാവാറുള്ളത്. കോണളവ് ചോദിക്കാറുണ്ട്. നോക്കിക്കേ, വയലറ്റ് ആണ് ഏറ്റവും താഴെ കാണപ്പെടുന്നത്. വയലറ്റിന് 40യും റെഡിന് 42 അത് 40.8, ഒരു ചെറിയ അളവ് വ്യത്യാസമുണ്ട്. കേട്ടോ, അപ്പൊ വയലറ്റിൻ്റെത് 40.8ഉം റെഡിൻ്റെത് 42.8ഉം 40.8ഉം 42.8ഉം. ഓക്കെ, സെറ്റ്. SI യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയ വർഷം ഏതാണ്? 1960 ആണ്. 1960. SI യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് 60. 1960. കോപ്പറിന്റെ അയിര് ഏതാണ്? ചാൽക്കോ പൈറേറ്റ് ആണ്. കേട്ടോ, കോപ്പറിന്റെ അയിര് ചാൽക്കോ പൈറേറ്റ്. അതിനായിട്ട് വേണ്ടി ഓർക്കാൻ വേണ്ടി ഒരു പടം എടുത്തിട്ടുണ്ട്. കേട്ടോ, കോപ്പർ ചെമ്പ് പാത്രത്തിൽ ചായ എടുക്കുന്നത്, ഈ ഫ്ലാസ്കും ഗ്ലാസും ഒക്കെ കണ്ടറിയാം ചായ എടുക്കുന്ന പാത്രമാണ്. കേട്ടോ, അപ്പൊ ചാൽക്കോ പൈറേറ്റ്, കോപ്പറിന്റെ അയിര് ചാൽക്കോ പൈറേറ്റ്. ചാൽക്കോ പൈറേറ്റ് അല്ലെങ്കിൽ ചാൽക്കോ സൈറ്റ് എന്നും പറയാറുണ്ട്. കേട്ടോ, ചാൽക്കോ സൈറ്റ്. അപ്പം കോപ്പർ പാത്രത്തിൽ ചായ എടുക്കുന്ന ഈ ഒരു പടം ഓർത്താൽ മതി. കോപ്പർ പാത്രത്തിൽ ചായ എടുക്കുന്നു. അപ്പൊ കോപ്പറിന്റെ അയിര് ചാൽക്കോ പൈറേറ്റ്. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായവ ഏതെല്ലാം? പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. ഇങ്ങനെ 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 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ സമാന്തരമായിട്ടുള്ള കോളങ്ങളാണ് പീരീഡ്. ഇങ്ങനെ 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 പീരീഡ് എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയിലെ ആകെ പീരീഡുകൾ 7ആണ്. പീരീഡ് 7ആണ്. ആവർത്തന പട്ടികയിൽ ആകെ ഗ്രൂപ്പുകൾ 18ആണ്. ഗ്രൂപ്പുകൾ 18ആണ്. ശരിയാണ്, എല്ലാം ശരിയാണ്. കേട്ടോ, അപ്പം പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകളെന്നും ഇങ്ങനെ കുറുകനെയുള്ള നിരകളെ നമ്മൾ പീരീഡുകളെന്നും പറയുന്നു. 7 പീരീഡും 18 ഗ്രൂപ്പുകളും ഉള്ളത്. ടോട്ടൽ 118 എലമെന്റ് ഉണ്ട്. 118ാമത്തെ എലമെന്റ് ആണ് ഓർഗാനിസം. കേട്ടോ, ഓക്കെ, ഓർഗാനിസം. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നു. വസ്തുക്കൾ ശരിയായിട്ടുള്ളതാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലയിക്കുന്നു. ഈ വലിയ പ്രതിബിംബം ഉണ്ടാക്കാറില്ല, ചെറിയ പ്രതിബിംബമാണ് കോൺവെക്സ് ദർപ്പണം തരുന്നത്. അതുപോലെ പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിക്കുന്നില്ല. കോൺവെക്സ് ശരിക്കും സ്കാറ്റർ ചെയ്യിപ്പിക്കുക, ചിതറിപ്പോവുക. അത് സമാന്തരമായിട്ട് പ്രതിഫലിപ്പിക്കുന്നില്ല, അത് തെറ്റാണ്. കൂടുതൽ വിസ്തൃതിയിൽ ദൃശ്യമാകുന്നു, അത് ശരിയാണ്. കേട്ടോ, കൂടുതൽ നമ്മൾ ഈ പറഞ്ഞില്ലേ റിയർ വ്യൂ മിററായിട്ടൊക്കെ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന കോൺവെക്സാണ്.
കാരണം ഫീൽഡ് ഓഫ് വ്യൂ ഭയങ്കര കൂടുതലായിരിക്കും. അത് പറഞ്ഞാൽ കൂടുതൽ വിസ്തൃതിയിൽ അത് ദൃശ്യമാകുന്നു. അപ്പം ഓപ്ഷൻ ബി ആൻഡ് ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, തെറ്റല്ലേ? ആസിഡിൽ ഫിനോഫ്തലിന്റെ നിറം എന്താ? ഫിനോഫ്തലിന് ആസിഡിൽ ശരിക്കും നിറമില്ല. എന്നാൽ ബേസിൽ ഇടുവാണെങ്കിൽ ഫിനോഫ്തലിന്റെ നിറം എന്ന് പറയുന്നത് പിങ്ക് ആണ്. ഫിനോഫ്തലിൻ ആസിഡിൽ ഇട്ടാൽ നിറമില്ല, ബേസിൽ ഇട്ടാൽ ഫിനോഫ്തലിന്റെ നിറം എന്താണ്? പിങ്ക് നിറം കേട്ടോ, പിങ്ക് നിറം. ഓക്കെ, ശബ്ദത്തെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് അക്വസ്റ്റിക്. അക്വസ്റ്റിക്. ലൈറ്റിനെ പറ്റിയുള്ള പഠനമാണ് ഒപ്റ്റിക്സ് കേട്ടോ. ലൈറ്റിനെ പറ്റിയുള്ള പഠനം ഒപ്റ്റിക്സ്, ശബ്ദത്തെ പറ്റിയുള്ള പഠനം ഏതാണ്? അക്വസ്റ്റിക്. അക്വസ്റ്റിക്. ഓക്കെ, ഭ്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? ഭ്രമണ വേഗത കൂടിയ ഗ്രഹം വ്യാഴമാണ് കേട്ടോ, വ്യാഴം. വലിയ ഗ്രഹം വ്യാഴമാണ്, വേഗത്തിൽ പോകുന്നതും വ്യാഴമാണ്. വലിയ ഗ്രഹം വേഗത്തിൽ പോകുന്ന വ്യാഴം. വലുത് വേഗത്തിൽ പോകുന്നത് ആരാണ്? വ്യാഴം. വലുത് വേഗത്തിൽ പോകുന്നത് ആരാണ്? വ്യാഴം. ഓക്കെ, റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ്? മൂന്നാം ചലന നിയമമാണ് അല്ലെ. എന്താണ്? എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടെന്നുള്ളത് അല്ലെ. റോക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്? റോക്കറ്റില് ഗ്യാസ് താഴേക്ക് പോകുന്നു. ഗ്യാസ് താഴേക്ക് പോകുമ്പോഴത്തേക്കിന് ആ ഗ്യാസ് എന്ത് ചെയ്യുന്നു? തിരിച്ച് റോക്കറ്റ് ഗ്യാസിനെ താഴേക്ക് വിടുന്നു, പ്രവർത്തനം. തിരിച്ച് ഗ്യാസ് റോക്കറ്റിലേക്ക് ഒരു പ്രതിപ്രവർത്തനം കൊടുക്കുന്നതുകൊണ്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് അല്ലെ. അപ്പം റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായിട്ടുള്ള ചലന നിയമം ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ഇൻസിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്. ഇൻസിറ്റ് കൺസർവേഷൻ എന്താണെന്നറിയാലോ, ആ ജീവികളെയും അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കൺസർവേഷനെ ഇൻസിറ്റ് കൺസർവേഷൻ. അതിന് എക്സാമ്പിൾ വന്യജീവി സങ്കേതങ്ങള്, കാവുകൾ, ഇതെല്ലാം എന്താണ്? ഇൻസിറ്റ് കൺസർവേഷന് എക്സാമ്പിളാണ്. ജീൻ ബാങ്കുകളും ബൊട്ടാണിക്കൽ ഗാർഡൻ ഒക്കെ എന്താണ്? എക്സിറ്റ് കൺസർവേഷൻ കേട്ടോ. അപ്പൊ എയും ഡിയും അല്ലേ? എയും ഡി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി. ഓക്കെ, സ്പീഡാണോ? ഞാൻ ഒത്തിരി അങ്ങ് വലിച്ചു നീട്ടാത്ത എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് എക്സാം എടുത്തിരിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് തരിക അല്ലേ. അപ്പൊ പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചു നേരം പോയി പഠിച്ചൂടെ അല്ലേ? ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം. ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത്? ഓക്കെ, ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാ? ഓപ്ഷൻ ഡി ജീവകം സി അല്ലേ. ജീവകം സി. ഓക്കെ, ഓപ്ഷൻ ഡി ജീവകം സി. ഓക്കെ, കേരളത്തിലെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്ര? വനം ഡിവിഷനുകളുണ്ട്? 32 വനം ഡിവിഷനുകൾ കേട്ടോ. നമ്മുടെ 32 പല്ലില്ലേ, അങ്ങനെ ചുമ്മാ ഓർത്താൽ മതി. വനം ഡിവിഷനുകൾ എത്ര ഉണ്ട്? 32 വനം ഡിവിഷൻ. ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഷിക്ക് എന്ന് പറയുമ്പോൾ ഷെയ്ക്ക് ഓർക്കുക. ഷെയ്ക്ക് എപ്പോഴാണ് കുടിക്കുന്നത്? തൊണ്ടയിൽ മുള്ളു കയറുമ്പോൾ. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഡിഫ്തീരിയ. അപ്പൊ ഡിഫ്തീരിയ തൊണ്ടമുള്ള ഷെയ്ക്ക് കുടിക്കണം. തൊണ്ട മുള്ളു കയറിയ ഷെയ്ക്ക് കുടിക്കണം. അപ്പം ഡിഫ്തീരിയ. ഓക്കെ, ഡിഫ്തീരിയ. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത്? കണ്ണ വാ. കണ്ണ മുമ്പേ നമ്മളത് ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണ വാ അല്ലെ, കണ്ണാറ. ഓക്കെ, കണ്ണാറ. തൃശ്ശൂർ കണ്ണാറയാണ് എന്തെന്ന് പറയുന്നത് കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. അതുപോലെ മദ്യം ബാധിക്കുന്നത് അല്ലെങ്കിൽ ബോഡി ബാലൻസ് ചെയ്യുന്നത് ഏതാണ്? സെറിബെല്ലം ആണ്. ബോഡി ബാലൻസ് ചെയ്യുന്നത് ഏതാണ്? സെറിബെല്ലം ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതും സെറിബെല്ലം ആണ്. ഓക്കെ, റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി. റോഡ് അപകടത്തിൽ പെടുന്നവർക്ക് പെട്ടെന്ന് രക്ഷകനായിട്ട് ആൾക്കാർ വരും അല്ലെ. രക്ഷകനായിട്ട് അല്ലെ, രക്ഷകൻ ഓർത്താൽ മതി. റോഡ് അപകടങ്ങളിൽ പെടുവാണെങ്കിൽ രക്ഷകനായിട്ട് പോലീസുകാർ വരും അല്ലെ. അപ്പൊ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകാൻ വന്നത് രക്ഷകൻ കേട്ടോ. രക്ഷകനായിട്ട് വരുന്നത് രക്ഷകൻ. ഓക്കെ, മനുഷ്യനിലെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? മുതിർന്ന ഒരാളുടെ എണ്ണം നമുക്കറിയാം 32 പാൽപ്പല്ല് എന്ന് പറയുമ്പോഴത്തേക്കിന് കുട്ടികളിലല്ലേ വരുന്നത്. കുട്ടികൾക്ക് മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് 20 കേട്ടോ. 20 മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത് 20. ഓക്കെ, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ വൈറസ് ഏതാണ്? ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ വൈറസ് ആൽഫ വൈറസ് ആണ്. ആൽഫ എന്ന് പറയുമ്പോൾ എന്നെ ഓർത്താൽ അൽഫിയ, ഞാൻ ചിക്കൻ തിന്നുന്ന ഓർത്താൽ മതി കേട്ടോ.
അൽഫിയ ഞാൻ ചിക്കൻ തിന്നുന്നു. ആൽഫ വൈറസ് ചിക്കൻ ഗുനിയ. ആൽഫ വൈറസ് ചിക്കൻ ഗുനിയ. ഓക്കെ. പേശികളില്ലാത്ത അവയവം ഏതാണ്? കരള കേട്ടോ. കരളെ നീ അങ്ങനെ പേസക്കൂടാതെ കരള എന്നൊക്കെ പറയത്തില്ലേ? ചുമ്മാ കരളെ നീ അപ്പടിയൊന്നും പേസക്കൂടാന്ന് പറയത്തില്ല. പേസാത് കരള് പേസാത്, പേശികളില്ലാത്തത് കരള് കേട്ടോ. കരളെ നീ അപ്പടിയൊന്നും പേസാതെ, പേശികളില്ലാത്തത് കരള്. ഓക്കെ, പേശികളില്ലാത്ത അവയവം ഏതാണ്? കരള്. ഓക്കെ. ഹൃദയം നമ്മൾ വിചാരിക്കും ഹൃദയമാണ്, പക്ഷെ കാർഡിയാക് മസിൽ ഒക്കെ ഉണ്ട് കേട്ടോ ഹൃദയത്തില്. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണികകൾ ഏതാണ്? നമ്മൾ പണ്ട് തൊട്ട് ഫുഡ് ചെയിൻ ഒക്കെ ഇരുന്നപ്പോഴത്തേക്കിന് എന്ത് വരുന്നത്? പ്രൊഡ്യൂസർ, ഗ്രീൻ പ്ലാന്റ്സ്, അങ്ങനെയല്ല. ഓർമ്മയുണ്ടോ? ഫുഡ് ചെയിൻ ഒക്കെ ആയിരുന്നുമ്പോ എന്നായിരുന്നു? ആദ്യം ഗ്രീൻ പ്ലാന്റ്സിലെ കഴിക്കുന്നത് ഡിയറിനെ കഴിക്കുന്നത് ടൈഗർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടില്ല. അപ്പൊ എന്താണ്? ഹരിത സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ആദ്യം വരുന്നത് കേട്ടോ. ആദ്യ കണികൾ എന്ന് പറയുന്നത് ഹരിത സസ്യം. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോൾഗി കോംപ്ലക്സ് ആണ്. കെമിക്കൽ ഫാക്ടറിയിൽ ഗോൾഗി കോംപ്ലക്സ്. ഗോൾഡ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറി കൊണ്ടുപോയി എന്ത് ചെയ്യണം? കോംപ്ലക്സ് ആയിട്ട് ഗോൾഡ് ഉണ്ടെങ്കിൽ, ഗോൾഗി കോംപ്ലക്സ് ആയിട്ട് ഒരുപാട് ഗോൾഡ് ഉണ്ടെങ്കിൽ ഫാക്ടറി കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഗോൾഡ് അങ്ങനെ കണക്ട് ചെയ്യുക. ഗോൾഗി കോംപ്ലക്സ്, കെമിക്കൽ ഫാക്ടറി. നോക്കാം. മൈറ്റോകോൺട്രിയ ഊർജ നിലയം, പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. മൈറ്റോകോൺട്രിയ പവർ ഹൗസ്. മസിൽമാന് പവർ ഉണ്ടായിരിക്കും അല്ലെ? മൈറ്റോകോൺട്രിയ മസിൽ, പവർ വേണമെങ്കിൽ മസിൽ വേണം. മൈറ്റോകോൺട്രിയ പവർ ഹൗസ്. ലൈസോസം മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ്, വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. വീട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ ലൈസോൾ ഉപയോഗിക്കാറില്ലേ? ലൈസോൾ കണ്ടിട്ടില്ലേ? ലൈസോൾ എന്താണ്? ലൈസോൾ എന്ന് പറയുന്നത് നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും, വൃത്തിയാക്കാൻ ലൈസോൾ ഉപയോഗിക്കും. അപ്പം മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ലൈസോസോം. ലൈസോൾ എന്നുള്ള ലൈസോസോം. റൈബോസം പ്രോട്ടീൻ നിർമ്മാണശാല. നല്ലപോലെ റൈസ് നല്ലപോലെ കഴിക്കണം, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയത്തില്ലേ? പ്രോട്ടീൻ അല്ല, കാർബോഹൈഡ്രേറ്റ്. എന്നാലും ഞാൻ പറയുക, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ചോറ് കഴിക്കണം എന്ന് പറയത്തില്ല. റൈസിൽ പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ നിർമ്മാണശാല എന്നറിയപ്പെടുന്നത് റൈബോസോം. ഗോൾഗി ബോഡീസ് പാക്കിംഗ് സെന്റർ അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറി അല്ലേ? അപ്പം ഗോൾഡ് എല്ലാം പാക്ക് ചെയ്ത് ഫാക്ടറി കൊണ്ടുവെക്കണം. ഓക്കെ, ഗോൾഗി ബോഡീസ് പാക്കിംഗ് സെന്റർ അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ മൈറ്റോകോൺട്രിയ മസിൽമാന് ഊർജ്ജമുണ്ട്, ഊർജ്ജ നിലയം. ലൈസോൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ്. റൈസ് കഴിച്ചാൽ പ്രോട്ടീൻ ഉണ്ടാവും, പ്രോട്ടീൻ നിർമ്മാണശാല. ഗോൾഗി കോംപ്ലക്സ് പാക്കിംഗ് സെന്റർ. ചേരുമ്പടി ചേർക്കുക. ആറ്റം കണ്ടുപിടിച്ചവരാണ്. ആറ്റം എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ. ആറ്റം ആരാ കണ്ടുപിടിച്ചത്? ആറ്റം ഡാൾട്ടൺ. ഓക്കെ, അപ്പം ഒന്നെന്ന് പറയുന്നത് ഡി. പ്രോട്ടോൺ പെൻ ആർ ടി സി. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക്ക്. വണ്ടി ന്യൂട്രലി ഇടുമ്പോൾ ചാടിപ്പോവും അല്ലെ? അപ്പൊ നോക്കിക്കേ ഏതൊക്കെയാണെന്ന്. ഒന്നെന്നുള്ളത് ഡി. 2 പ്രോട്ടോൺ പെൻ ആർ ടി സി, പ്രോട്ടോൺ റൂദർഫോർഡ്. അപ്പം 2 എന്നുള്ളത് സി. 1 ഡിയും 2 സിയും വരുന്ന എന്തുണ്ട്? ഓപ്ഷൻ ഡി അല്ലെ? 3 എ ഇലക്ട്രോണ് ജെ തോംസൺ കറക്റ്റാ. ഓക്കെ, നോക്കുക. പെൻ ആർ ടി സി അറിയാലോ. പ്രോട്ടോൺ കണ്ടുപിടിച്ച റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ച തോംസൺ, ന്യൂട്രോൺ കണ്ടുപിടിച്ച ചാഡ്വിക്ക്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന വേർഡ് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡ്. സൗരയൂഥത്തിലെ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണെന്നറിയാം? വ്യാഴമാണ്. വ്യാഴത്തിനെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു? വലുത്, വേഗത്തിൽ കറങ്ങുന്നത്, വലിവുള്ളതെന്ന് പറഞ്ഞാൽ വലിവെന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി താഴേക്ക് വലിക്കുന്നതെന്നല്ലേ? അപ്പൊ നമുക്ക് 3 അല്ല, എല്ലാം വ്യാഴ അല്ലെ? വലുത്, വലിയ ഗ്രഹം വ്യാഴമാണ്. പിന്നെന്താണ്? വേഗത്തിൽ കറങ്ങുന്നത് അല്ലെ? വേഗത്തിൽ കറങ്ങുന്നത് വ്യാഴമാണ്. വലിവുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിന് ഭൂഗുരുത്വാകർഷണ ബലം. ഇത് 3 എന്താണ്? വ്യാഴമാണ്. വലുത്, വേഗത്തിൽ, വലിവ്, എല്ലാം വലുത്, വേഗത്തിൽ, വലിവ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം, വേഗത്തിൽ കറങ്ങുന്നത് വ്യാഴം, വലിവ് എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ളത് ഏതാണ്? വ്യാഴം. ഓക്കെ, ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകം. ഇത് വേറൊരു രീതിയിൽ മുമ്പ് ചോദിച്ചാണ്. സിങ്ക്
സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തോ ഉണ്ടാകുന്നതെന്ന് മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞു. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം എന്തുവാ, ആസിഡുകൾ ലോഹവുമായിട്ട് ഏതെങ്കിലും ഒരു ആസിഡ് എടുത്താൽ മതി. Na എന്ന് പറയുന്ന ലോഹം എടുത്തു, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തോ ഫോം ചെയ്യും, NaCl+H2 ഗ്യാസ്. ഓക്കെ, അപ്പൊ ആസിഡ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു, നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് പോപ്പ് സൗണ്ടോട് കൂടി വരുന്നത് കൊണ്ട് അതിനെ പോപ്പ് ടെസ്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻഡിലയാണ് കേട്ടോ, ക്യാൻഡില. ആൻസ്ട്രം എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. വാട്ട് എന്ന് പറയുന്നത് പവറിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, പവർ നമ്മൾ പറഞ്ഞില്ലേ, പവർ ലെൻസിന്റെ ഒക്കെ പവർ പറയുന്നത് ഡയോപ്റ്ററിലും, അല്ലാത്ത ഊർജം പവർ പറയുന്നത് വാട്ടിലും. ക്യാൻഡല ലൈറ്റ് SI യൂണിറ്റ് 7 എണ്ണവും അതിന്റെ യൂണിറ്റും പഠിച്ചു വെച്ചേക്കണേ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന് ശരിക്കും 7 അവസ്ഥകളുണ്ട്. ഏതൊക്കെയായിരുന്നു അറിയാവോ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഓർത്തിരിക്കുക, 7 അവസ്ഥകളുണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. 5ാമത്തത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7ാമത്തത് ക്വാർക്ക്, ഗ്ലൂവോൺ, പ്ലാസ്മ. ഇതിൽ സൂപ്പർ ആറ്റം എന്നറിയപ്പെടുന്നത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ് കേട്ടോ. ഇനി ഇത് കണ്ടുപിടിച്ചത് എറിക് എ കോർണൽ. നമ്മൾ പറഞ്ഞായിരുന്നു, കാള് വിമാനത്തിൽ വന്നിട്ട് വൂൾഫിന്റെ ഗ്യാങ്ങിനെ കണ്ടപ്പോൾ കല്ല് എറിഞ്ഞത് അല്ലേ, എന്തുവായിരുന്നു, കാളി വിമാൻ, വൂൾഫ് ഗ്യാങ് കെറ്ററിലെ എറിക് എ കോർണൽ. ഈ ബോസ് ഐൻസ്റ്റീൻ ഇത് കണ്ടുപിടിച്ച ആൾക്കാരാ, നോക്കിയാൽ മതി കേട്ടോ, അത് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അറ്റോമിക് വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണെന്ന് അറിയാവോ, ലോതർ മേയർ ആണ്. ലോതർ മേയർ. മെയ് മാസം ഭയങ്കര ചൂടാ, നമ്മൾ ലൂസ് ഉള്ള നല്ല വ്യാപ്തമുള്ള ഉടുപ്പെടുത്തിടത്തില്ലേ, മെയ് മാസം ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ വ്യാപ്തം കൂടുതലുള്ളത് ഉടുപ്പെടുത്തിടും, ലൂസായിട്ടുള്ള ഉടുപ്പെടുത്തിടും, വ്യാപ്തം കൂടുതലുള്ള ഉടുപ്പെടുത്തിടും അല്ലെ. അപ്പം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർദ്ധിച്ചത് മേയർ, ലോതർ മേയർ. മെയ് മാസം നമ്മൾ വ്യാപ്തം കൂടുതലുള്ള ഉടുപ്പിടും. അപ്പം വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർദ്ധീകരിച്ചത് മേയർ. അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ മെന്റലീവ്. മാസ് കൂടുതൽ കാണിച്ച ആൾക്കാർ വിചാരിക്കും മെന്റൽ ആണെന്ന്. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മോസ്ലി. ഓക്കെ, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലി. ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് അറിയാവോ, തോമസ് യങ് ആണ്. യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഊർജം ഭയങ്കര കൂടുതലാണ് അല്ലെ, യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഊർജം ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ്, തോമസ് യങ് ആണ്. തോമസ് യങ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്, ലിഥിയം ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഹീലിയം ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ലിഥിയമാണ്. മുമ്പേ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, അത് PYQ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഏതാണ്, പീറ്റ് കൽക്കരിയാണ് കേട്ടോ. പീറ്റ് കൽക്കരിയിൽ പിശുക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ചെലവാക്കുന്നവരല്ലേ നമ്മൾ പിശുക്കെന്ന് പറയുന്നത്. പീറ്റ് കൽക്കരിയിൽ കൽക്കരി പിശുക്കെന്ന് പറഞ്ഞാൽ കുറവാ. അപ്പൊ ഏറ്റവും കുറഞ്ഞ അളവിൽ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരി പീറ്റ് കൽക്കരി. പിശുക്കായിട്ടുള്ള കൽക്കരി പീറ്റ് കൽക്കരി, അതിൽ കുറച്ച് മാത്രമേ കൽക്കരി കാർബൺ അടങ്ങിയിട്ടുള്ളൂ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്, മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ് കേട്ടോ. ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരായിരുന്നു, നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ പറയത്തില്ല, ഓർത്തെടുത്തോ. എല്ലാം ഞാൻ അങ്ങ് പറഞ്ഞ് നിങ്ങൾ അങ്ങ് സൂചിച്ചു പോയി അല്ലയോ. കണക്ട് ചെയ്ത് ഓർത്തെടുത്തോ ആരാ കണ്ടുപിടിച്ചതെന്നുള്ളത് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഓക്കെ, മത്സ്യബന്ധന വലകൾ, മത്സ്യബന്ധന വലകൾ, പാരച്ചൂട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ള പ്ലാസ്റ്റിക്കിനെ പറയുന്ന പേരെന്താണ്, നൈലോൺ. ഓക്കെ, എന്താണ്, മത്സ്യബന്ധന വലകള്, പാരച്ചൂട്ടുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തിളക്കമുള്ള പ്ലാസ്റ്റിക് ഏതാണ്, നൈലോൺ ആണ്. നൈലോൺ. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്, ജോസഫ് പ്രീസ്ലി ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും കേട്ടോ. ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്ലി ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്, ഹെൻറി കാവൻഡിഷ് ആണ്.
വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണെന്ന് അറിയാവോ? ടൈറ്റാനിയം. കണ്ടോ, എഞ്ചിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. എഞ്ചിനൊക്കെ എന്താണ്, ലൂസായിട്ട് കിടക്കുവാണെങ്കിൽ വിമാനം തകർന്നു പോകത്തില്ലേ? അപ്പം നല്ല സ്ക്രൂ ഒക്കെ നല്ല എഞ്ചിനൊക്കെ നല്ല ടൈറ്റ് ആക്കി വെക്കണം അല്ലെ? വിമാനത്തിന്റെ എഞ്ചിനൊക്കെ നല്ല ടൈറ്റ് ആക്കി വെക്കണം. അപ്പൊ വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയം. വെളുത്തീയം എന്നറിയപ്പെടുന്ന ഏതാണ്? വെളുത്ത ഗോൾഡ് എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? നമ്മൾ മുമ്പേ പറഞ്ഞത് പ്ലാറ്റിനം ആയിരുന്നു അല്ലെ? വെളുത്ത ഗോൾഡ് എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം ആയിരുന്നു. വെളുത്തീയം എന്നറിയപ്പെടുന്നത് ടിന്നാണ്. വെളുത്തീയം എന്നറിയപ്പെടുന്ന ഏതാണ്? ടിന്ന്. ഒരാറ്റത്തിന്റെ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന കണം ഏതാണ്? പ്രോട്ടോൺ ആണ്. ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നൊക്കെ പറഞ്ഞ എന്താ? ഞാൻ ആരാന്ന് അറിയിക്കുന്ന എന്റെ ഐഡന്റിറ്റി കാർഡ് എന്റെ ഫിംഗർ പ്രിന്റും അല്ലെ? അപ്പൊ ഒരു ആറ്റം ഏതെന്ന് അറിയിക്കുന്നത് അതിന്റെ പ്രോട്ടോൺ നമ്പറാ. പ്രോട്ടോൺ നമ്പർ 10 നിയോൺ, പ്രോട്ടോൺ നമ്പർ 11 സോഡിയം, പ്രോട്ടോൺ നമ്പർ 5 ബോറോൺ. പ്രോട്ടോൺ നമ്പർ ആണ് ആ ആറ്റം ഏതെന്ന് അറിയിക്കുന്നത് അല്ലെ? അപ്പൊ പ്രോട്ടോൺ നമ്പറിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ID കാർഡ് എന്നറിയപ്പെടുന്നത്. സദിശ അളവിന് ഉദാഹരണം എന്ത്? സദിശ അളവ് അതിശ അളവ് അറിയാലോ. സദിശ അളവ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? അതില് ഡയറക്ഷനും കാണും, അതുപോലെ തന്നെ ഡയറക്ഷൻ ഉണ്ട്. അത് സദിശ അളവും. ഡയറക്ഷൻ ഇല്ലാത്തത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അത് സദിശ അളവും, മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളെങ്കിൽ അത് അതിശ അളവുമാണ്. ഇതില് പ്രവേഗം വെലോസിറ്റിക്കാണ് എന്ത് വരുന്നത്? ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വരുന്നത് കേട്ടോ. ആക്സിലറേഷൻ, വെലോസിറ്റി, ഫോഴ്സ്, ഇതെല്ലാം എന്താണ്? ടോർക്ക്, ഇതെല്ലാം സദിശ അളവുകളാണ്. ബൾബിന്റെ നിറം, ട്യൂബുകളിൽ നിറയ്ക്കുന്ന വാതകം. നോക്കിക്കേ, ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. പച്ച ക്ലോറിൻ, ക്ലോറോഫിൽ. നമുക്കറിയാം പ്ലാന്റ്സിലൊക്കെ ക്ലോറോഫിലാണ് പച്ച നിറം കൊടുക്കുന്നത്. അപ്പൊ ക്ലോറിൻ പച്ച എന്ന് ഓർക്കും. ക്ലോറോഫിൽ പച്ചയല്ലേ? ക്ലോറോഫിലുള്ള ചെടികൾക്ക് പച്ച. അപ്പൊ ക്ലോറിൻ പച്ച. ഹൈഡ്രജൻ നീല. ഹൈറ്റിലോട്ട് നോക്കിക്കേ, മേലോട്ട് നോക്കുമ്പോൾ ആകാശം നീല നിറത്തിൽ കാണപ്പെടത്തില്ലേ? ഹൈറ്റിലോട്ട് നോക്കുമ്പോൾ നീല, അപ്പൊ നീല ഹൈഡ്രജൻ. ഓറഞ്ച് നിയോൺ. മഞ്ഞ സോഡിയം. അപ്പൊ പച്ച ക്ലോറിന്, ഹൈഡ്രജൻ നീല. അപ്പൊ അത് നോക്കിക്കേ, പച്ച ക്ലോറിൻ എന്ന് പറയുമ്പം A എന്ന് പറയുന്നത് 3, നീല ഹൈഡ്രജൻ എന്ന് പറയുമ്പം B എന്ന് പറയുന്നത് 5. അപ്പൊ A 3 B 5 ഉള്ളത് ഏതാ? ഓപ്ഷൻ സി. ഓക്കെ, തെറ്റല്ലേ? ഓക്കെ. യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഡയനാമോ ആണ് കേട്ടോ. ഡയനാമോ. യാന്ത്രികോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ഡയനാമോ. അപ്പോൾ ഇതിൽ ഓരോന്നിലും നടക്കുന്ന ആ എനർജി കൺവേർഷൻ നമുക്കൊന്ന് നോക്കാം. ഡയനാമോയിൽ നടക്കുന്നത് മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജത്തെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. യാന്ത്രികോർജം എന്ന് പറയുമ്പോൾ നിങ്ങൾ കറങ്ങുന്ന ഓർത്താൽ മതി. കറങ്ങുവാണെങ്കിൽ അവിടെ യാന്ത്രികോർജം. ഇപ്പൊ ഫാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, കറങ്ങുന്നു. അപ്പം വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുക. ഡൈനാമോ എന്തോ ചെയ്യുന്നത്? കറങ്ങിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രിക് മോട്ടർ എന്തോ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ കറങ്ങുന്നു. അപ്പൊ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നു. ഫാൻ എന്തോ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ കറങ്ങുന്നു. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റും. സ്പീക്കർ എന്തോ കൊടുക്കുന്നത്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ സൗണ്ട് തരുന്നു. വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമായിട്ട് മാറ്റുന്നു. ഓക്കെ. ഡോപ്ലർ എഫക്റ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡോപ്ലർ. ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് ഒന്നെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റിലാണെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിനിലാണെങ്കിൽ 373 കെൽവിനില്. ഈ 3 പഠിച്ചു വെച്ചേക്കണം. ഇല്ലെങ്കിൽ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഇനി ആ സമയത്ത് ഇനി 100നെ ഇനി കെൽവിനിലോട്ടും ഫാരൻഹീറ്റിലോട്ടും കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഫാരൻഹീറ്റിലാണെങ്കിൽ 212 ഡിഗ്രി ഫാരൻഹീറ്റ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളും എണ്ണവും ചേരുംപടി ചേർക്കുക. മുഖത്തിന്റെ എത്ര അസ്ഥികളുണ്ടെന്നറിയോ? 14 അസ്ഥികളാണ്. ഒന്നെന്ന് പറയുന്നത് 14. മുഖത്തിന് എത്ര ഉണ്ട്? 14. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നെന്നുള്ളത് ബി. ഒന്ന് ബി വരുന്നത് ഓപ്ഷൻ 1 ഉണ്ട്, 2 ഉണ്ട്. ഇനി അടുത്ത നോക്കാം. നട്ടലിന് എത്ര എണ്ണം ഉണ്ട്? നമ്മൾ മുമ്പേ പറഞ്ഞ നട്ടലിന് 33 ഉണ്ട്. നട്ടലെന്ന് പറയുമ്പോൾ 33. അപ്പൊ 2 എന്ന് പറയുമ്പോൾ സി ആണ്. 1 ബി ആണ്, 2 സി ആണ്. ഇനി 3 നോക്കിക്കേ. കപാലം എന്ന് പറയുമ്പോഴത്തേക്കിന് 8 ഉണ്ട്. കപാലം എന്ന് പറയുമ്പോൾ 8. അപ്പം
കപാലം എന്ന് പറയുമ്പോൾ അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി. കഴുത്ത് 4. കഴുത്തിന് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം. ഓക്കെ. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദയം പദ്ധതി. അപ്പൊ ഇതിന് മണ്ടൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൽ ശരിയായിട്ടുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ജന്മനാ ഹേർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദയം പദ്ധതി. അത് ശരിയാണ്. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്തതും സംരക്ഷിക്കാൻ മറ്റാരുമില്ലാത്തതുമായ ജയിൽ മോചിതരെ താമസിപ്പിക്കുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് തണലിടം. തണല് കൊടുക്കുക, അവർ താമസിക്കുക, അതും ശരിയാ, തണലിടം. അപ്പൊ ഇതില് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എയും ബിയും കേട്ടോ. എയും ബിയും ശരിയാണ്. ഓക്കെ അല്ലേ? തെറ്റാണല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം, ലോക പാർക്കിൻസൺസ് ദിനം എന്നറിയപ്പെടുന്നത്, ലോക പാർക്കിൻസൺസ് ദിനം എന്നാണെന്നാണ്. ഏപ്രിൽ 11 കേട്ടോ. ഏപ്രിൽ 11. നമ്മൾ കാർ പാർക്ക് ചെയ്യാൻ ഇങ്ങനെ 2 നിരയുടെ ഇടയിലല്ലേ നമ്മൾ കൊണ്ടുപോയി കാറൊക്കെ പാർക്ക് ചെയ്തില്ല? അപ്പൊ 11 ഓർത്താൽ മതി അല്ലെ? 2 ഇങ്ങനെ നിരയുടെ ഇടയിലല്ലേ നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ പാർക്കിൻസൺസ് ദിനം എന്നാണ്. ഏപ്രിൽ 11. കേരളത്തിലെ പുകയില കൃഷി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ്. കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്നത് കാസർഗോഡ്. ഓക്കെ, കാസർഗോഡ്. ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകൾ 18 ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകൾ 18. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടുന്നത് ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൺഷൈൻ വിറ്റാമിൻ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ആണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ്. വിറ്റാമിൻ കെയുടെ രാസനാമം ഫിലോക്വിനോൺ ആണ്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത. വിറ്റാമിൻ ഡി സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ഓക്കെ. തെറ്റായ ജോഡി ഏത്? തൊണ്ടമുള്ളി രോഗം, ടെറ്റനസ്. നമ്മൾ മുമ്പ് തൊട്ടേ പറഞ്ഞു, അത് തന്നെ തെറ്റ് അല്ലെ? തൊണ്ടമുള്ളി രോഗം എന്ന് പറയുന്നത് ഏതാണ്? തൊണ്ടമുള്ളെന്ന് പറയുന്നത് ഡിഫ്തീരിയ ആണ് അല്ലെ? ഷെയ്ക്ക്, ഡിഫ്തീരിയ, തൊണ്ടമുള്ളി കയറിയ ഷെയ്ക്ക്, ഷിക് ടെസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ഷെയ്ക്ക് ചെയ്യണമെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഷെയ്ക്ക് കുടിക്കണമെന്ന്. അപ്പൊ തൊണ്ടമുള്ള ഡിഫ്തീരിയ ആണ്. ഇവിടെ ടെറ്റനസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ. ഭക്ഷ്യശൃംഖലയിലെ വിഘാടകർക്ക് ഉദാഹരണമാണ് ഏത്? നമ്മുടെ ബാക്ടീരിയ അല്ലെ? ബാക്ടീരിയ ഒക്കെ അല്ലെ, വേസ്റ്റ് ഒക്കെ വിഘടിക്കാൻ വിഘാടകർക്ക് ഉദാഹരണം ബാക്ടീരിയ, ഫംഗസ് ഒക്കെ നമ്മൾ പറയത്തില്ലേ? ഓക്കെ, വിഘാടകർക്ക് ഉദാഹരണം ഏതാണ്? ബാക്ടീരിയ. വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എന്താണ്? അഡ്രിനൽ ഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ, വൃക്കയുടെ മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്രന്ഥി. മനുഷ്യന്റെ ഹൃദയസ്പന്ദന നിരക്ക് 70 തൊട്ട് 72 വരെ കേട്ടോ. 70 കൊടുത്താലും എഴുതിക്കോണം. ഇനി 70 തൊട്ട് 72 ആണ്. പിന്നെ നമ്മൾ കൂടുതൽ എക്സസൈസും ആൻസൈറ്റി ഒക്കെ വരുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ 72 മിനിറ്റ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ് കേട്ടോ. ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹവും അതുപോലെ തന്നെ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഗ്രഹവും ബുധനാണ്. വ്യാഴത്തെ പറ്റി നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, വലിയ ഗ്രഹം വ്യാഴമാണ്. ഇത് ചെറിയ ഗ്രഹം ബുധന്, സൂര്യനോട് അടുത്ത് നിൽക്കുന്നതും ബുധൻ. വ്യാഴം എന്ന് പറയുമ്പോൾ വലിയ ഗ്രഹം വ്യാഴമാണ്. വലുത്, വേഗത്തിൽ കറങ്ങും, വലിവ് കൂടുതൽ അല്ലെ? ഏറ്റവും വലിയ ഗ്രഹം, വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹം, ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ളതും വ്യാഴം. ചേരുംപടി ചേർക്കുക. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അഡ്രിനാലിൻ ആണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന അഡ്രിനാലിൻ. എ എന്ന് പറയുന്നത് 2. A2 എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട് അല്ലെ? ബി നോക്കിക്കേ, സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാ? സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിന്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന തൈമോസിന്. അപ്പൊ ഇവിടെയും A2 ആണ്, B5 ആണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാ? വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പ് അല്ലെ? കേട്ടിട്ടില്ലേ? സൊമാറ്റോട്രോപ്പിൻ ആണ് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. സൊമാറ്റോട്രോപ്പിൻ. അപ്പം സി എന്ന് പറയുന്നത് 1. അപ്പം C1 വരുന്നത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ കേട്ടോ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈറോക്സിനും. ഓക്കെ, അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിന്. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത്
സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോൺ അഡ്രിനാലിന് കേട്ടോ. നോൺ അഡ്രിനാലിന്. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിന്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിന്. ഓക്കെ, സെറ്റ് അല്ലേ? അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ, സർജിക്കൽ ഹോർമോണ് നോൺ അഡ്രിനാലിൻ, വളർച്ചാ ഹോർമോണ് സൊമാറ്റോട്രോപ്പിൻ, പിന്നെ അതുപോലെ തന്നെ യുവത്വ ഹോർമോണ് തൈമോസിൻ. ഓക്കെ, അടുത്തത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ച ആള് തന്നെയാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസും കണ്ടുപിടിച്ചത്. റദർഫോർഡ് അല്ല, റുദർഫോർഡ് ആണ്. ചാഡ്വിക് എന്തോ കണ്ടുപിടിച്ച ന്യൂട്രൽ. വണ്ടി ന്യൂട്രലി ഇടുമ്പം എന്ത് പറ്റും? വണ്ടി ന്യൂട്രലി ഇടുമ്പം ചാടിപ്പോവും അല്ലേ? ചാടിപ്പോവും. അപ്പം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക് ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. പിന്നെ ജെ തോംസൺ എന്തോ കണ്ടുപിടിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ഓക്കെ, പ്രോട്ടോൺ കണ്ടുപിടിച്ച റുദർഫോർഡ്. ഒരു കുതിരശക്തി എന്ന് പറയുന്നത് 746 വാട്ടാ കേട്ടോ. ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ എക്സാമിന് സ്ഥിരം ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 746 വാട്ട്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവിക സ്വീകർത്താവെന്ന് യൂണിവേഴ്സൽ ഡോണറും ഉണ്ട് റിസീവറും ഉണ്ട് അല്ലെ. യൂണിവേഴ്സൽ ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പ്, എല്ലാവർക്കും കൊടുക്കും. യൂണിവേഴ്സൽ റിസീവർ എന്നറിയപ്പെടുന്നത് AB കേട്ടോ. AB. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്നത് AB-യും സാർവിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പും. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ശരീര ഊഷ്മ, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതാണ്? മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളിൽ പെടാത്തത്. നമ്മൾ നോക്കിക്കേ, നമ്മൾ മുമ്പേ വൈറസ് രോഗം പറഞ്ഞായിരുന്നു. എന്തുവായിരുന്നു? മഞ്ഞുപിടിപ്പിട്ട ഡെങ്കിന് പെട്ടിയിൽ ബോക്സിൽ പൊളി റാബിറ്റുമായിട്ട് മെസ്സിൽ കയറി വന്നു. ഇത് കണ്ട് സാറ് എൽബോയിൽ ഹിപ്പെന്നടിച്ചു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ക്ഷയം ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ അത് ബാക്ടീരിയൽ രോഗമാണ്. മെസ്സിൽ വന്നെന്നാ പറഞ്ഞത്. മെസ്സിൽ വന്നെന്ന് പറയുമ്പോൾ മീസിൽസ്. അപ്പൊ അതെന്താണ്? വൈറസ് രോഗമാണ്. മെസ്സിൽ വന്നെന്ന് പറയുമ്പോൾ മീസിൽസ് ഉണ്ടായിരുന്നു, വൈറസ് രോഗമാണ്. ഇതുപോലെ ബാക്ടീരിയയുടെ ഒരു സ്റ്റോറി പോലത്തെ കഥ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാം എന്ന് പറയുന്നത്? കലാം എന്ന് പറയുന്നത് സിങ്കിന്റെ അയിര് അല്ലെ. കലം കഴുകാൻ സിങ്കിൽ കൊണ്ടിടും. സിങ്കി കൊണ്ട് ആരെങ്കിലും കലം കഴുകുമോ? നമ്മൾ വെളിയിലല്ലേ കലം കഴുകുന്നത്. സിങ്കി വെച്ച് കലം കഴുകിയാൽ സിങ്ക് ബ്ലെൻഡ് ആയി പോകും അല്ലെ. ബ്ലെൻഡ് ആയി പോകും അല്ലെ. അപ്പം സിങ്ക് കഴുകാൻ ഒരു സ്ഥലം നോക്കി നടക്കുമായിരുന്നു. സിങ്കിന്റെ അയിര് സിങ്ക് സൈറ്റ്. കലം കഴുകാൻ ഒരു സൈറ്റ് നോക്കി നടക്കുമായിരുന്നു. അപ്പൊ സിങ്കിന്റെ അയിര് 1 കലാമിന്, 2 സിങ്ക് സൈറ്റ്, 3 കലം കൊണ്ട് സിങ്കിലിട്ട് അപ്പൊ സിങ്ക് ബ്ലെൻഡ് ആയിപ്പോയി. സിങ്ക് ബ്ലെൻഡ്. ഓക്കെ, സൈറ്റ്, കലാമിന്, സിങ്ക് ബ്ലെൻഡ്. കലം കൊണ്ട് സിങ്കി കഴിവാണെങ്കിൽ സിങ്ക് ബ്ലെൻഡ് ആയിപ്പോവും. അപ്പം കലാമെന്ന് പറയുമ്പോൾ സിങ്ക് സൈറ്റ്. മെർക്കുറി എന്തുവായിരുന്നു? മെർക്കുറി സിന്നബാർ ആയിരുന്നു. സിന്നബാർ നമ്മൾ പറഞ്ഞില്ലേ. സിന്നബാർ എങ്ങനെയായിരുന്നു? കുറി ഇടുന്നത് എങ്ങനെ? ചെറിയ ബാറായിട്ടല്ലേ കുറി ഇടുന്നത്, ചിന്ന ബാറായിട്ടല്ലേ കുറി ഇടുന്നത്. അപ്പം മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാർ, മെർക്കുറി സിന്നബാർ. സോഡിയം നമ്മൾ ചില്ലി അല്ലെ. സോഡ കുടിച്ച ചില്ലാവും എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, സോഡ കുടിച്ച ചില്ല എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മാരത്തോണും റാപ്പിഡ് ഫയർസും എല്ലാം കാണും. അപ്പം ഇതുവരെ നിങ്ങൾ ഇപ്പൊ ഈ ഇതിൽ തന്നെ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മാക്സിമം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മാരത്തോൺസ് കണ്ടാൽ മാത്രം, എല്ലാ മാരത്തോണും, ഇന്ത്യ സാറിന്റെ മാരത്തോണും ബാക്കി നമ്മുടെ അക്കാഡമിയിലെ സാറുമായിട്ട് മാരത്തോണൊക്കെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് 10th പ്രിലിംസ് പാസ്സാവാനുള്ളത് കിട്ടും. ഓക്കെ, അപ്പം ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് അടിക്കുക. വെറുതെ നെഗറ്റീവ് വാങ്ങിച്ച് വെക്കരുത്. നമ്മുടെ ലക്ഷ്യം റാങ്ക് അല്ല. ഈ 10th പ്രിലിംസിൽ നമ്മുടെ ലക്ഷ്യം 100 മാർക്കല്ല, നമ്മൾ പാസ്സാവുക എന്നുള്ളതാണ്. മാക്സിമം നെഗറ്റീവ് കുറയ്ക്കുക, പാസ്സാവുക. അതാണ് 10th പ്രിലിംസിന്റെ നമ്മുടെ ലക്ഷ്യം. അപ്പൊ 75 മിനിറ്റേ കാണത്തുള്ളൂ. എത്രയും സ്പീഡിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ അത്രയും സ്പീഡിൽ എക്സാം എഴുതുക. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലെ റാപ്പിഡ് ഫയർസ് തരാം. ഓക്കെ, അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.